ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ദുനിയാവിൽ ഏറ്റവും വലിയ സ്വത്ത് അതാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ സ്വത്ത് സ്വാലിഹത്തായ ഭാര്യയാണ്. അത് കിട്ടിയിട്ട് പിന്നെ അവളെ കഴുത്തേക്ക് നോക്കുക, സ്വർണം കുറഞ്ഞു എന്ന് പറഞ്ഞു അവളെ ഇടങ്ങാറാക്കണ്ട. ദുനിയാവിൽ അള്ളാഹു പകരം വീട്ടു. മനുഷ്യന്മാരെ കണ്ണീരി കുടിപ്പിച്ചാൽ അള്ളാഹു പകരം വീട്ടു. ഉറപ്പാണ്. നിങ്ങൾക്ക് കെട്ടാനാവില്ല, സ്വത്തില്ലെങ്കിലും കെട്ടണ്ട. വേറെ പല പരിപാടിയും നോമ്പ് വെൽക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് കെട്ടിയിട്ട് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെക്ക്. കാലൊക്കെ മാറിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ സലാമത്താക്കി തരട്ടെ. മനുഷ്യരായി കാണാം. 200 പവൻ കൊടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മ ഖബറിൽ എത്തിയിട്ടുണ്ട്. അമ്മായിമ്മന്റെ കാതിന്ന് അവസാനത്തെ സ്വർണ്ണം എടുത്തു വെച്ചിട്ടാണോ പറഞ്ഞു വിട്ടത്. ഈ ഒരു സാധനത്തിന്റെ പേരിൽ എത്ര കുടുംബത്തിലാ കണ്ണീരുള്ളത്. ഇന്ന് അവസാനിപ്പിച്ചു. അള്ളാഹു വിടൂല. കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടി സ്വന്തം മോളാണ് എന്ന് അമ്മായിമ്മമാര് കരുതണം. പുതുതായി കയറി വന്ന പെണ്ണ് മനസ്സിലാക്കണം, ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഉള്ള ഉമ്മ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ്. എൻ്റെ ഭർത്താവിന് ഏറ്റവും കടമപ്പെട്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ ഉമ്മയോടാണ്. ആ ഉമ്മാനെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന പരിപാടി ഞാൻ ചെയ്യരുത് എന്ന് പെൺകുട്ടി വിചാരിക്കണം. പുതിയാപ്പിള വിചാരിക്കണം, ഇത് ഞാൻ കെട്ടിയ പെണ്ണാണ്, ഇത് എൻ്റെ ഉമ്മയാണ്, ഇത് രണ്ടും എൻ്റെതാണ്. ഇവർക്കിടയിൽ ഒരു ക്ലാഷ് ഉണ്ടാവരുത്. ആണത്തത്തോടുകൂടി ഇടപെടണം. ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കണം. നമുക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ മക്കളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും. ഈ പെൺകുട്ടിനെ വേറൊരുത്തിന് കെട്ടിക്കൊണ്ടുപോകും. ഞാൻ ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കഷ്ടപ്പെടുത്തിയാൽ ഭാവിയിൽ എൻ്റെ മകൾക്കും ഈ ഗതി വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ എനിക്ക് തന്നെ ദുനിയാവിൽ അള്ളാഹു കഷ്ടപ്പാട് തരും എന്നൊക്കെ മനസ്സിലാക്കാൻ. കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതെ വന്ന് അള്ളാഹു കൊണ്ടുപോകൂല. മനുഷ്യരുടെ വിഷയത്തിൽ നമ്മൾ കൊടുത്ത കണ്ണുനീരിന് മുഴുവനും ഇവിടെ നിന്ന് മറുപടി പറയേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹിനോട് ചെയ്ത തിന്മകൾക്ക് അള്ളാഹിനോട് കരഞ്ഞു ദ്വാരം അള്ളാഹ് പുറത്തുതരും. മനുഷ്യന്മാരെ കരയിപ്പിച്ചാൽ അള്ളാഹു വെറുതെ വിടൂല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി എല്ലാവരും മനസ്സിലാക്കാം. ഇതൊക്കെ തമാശക്കളിയാണെന്ന് ആരും കരുതണ്ട. കല്യാണം കഴിക്കുക, പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക. അള്ളാഹു നമുക്ക് ഈ മനസ്സിലാമത്താക്കി തരട്ടെ. ഓരോ മനുഷ്യരുടെ രക്തവും വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെയും അഭിമാനത്തെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യന്റെയും അഭിമാനവും അന്തസ്സും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യന്റെ ഖൽബിനെയും കരയിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഗൗരവപ്പെടും. കൂടുള്ളത് സൗന്ദര്യം കുറഞ്ഞു എന്നും വിചാരിക്കണ്ട. എത്ര സൗന്ദര്യമുള്ള ആളാണെങ്കിലും 1 മാസം 2 മാസം 10 മാസം 4 കൊല്ലം കഴിയുമ്പോഴേക്ക് എത്ര പ്രതിസന്ധികൾ. ലോക സുന്ദരിനാണ് കെട്ടിയത്, 4 മാസം കൊണ്ട് ഡൈവോഴ്സായ എത്ര കേസുകളുണ്ട്. സൗന്ദര്യമല്ല സ്നേഹം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ്, സ്വർഗം വരെ ഞങ്ങൾ ഒന്നാണ് എന്ന ബോധ്യമാണ്. അവിടെ സൗന്ദര്യത്തിനല്ല സ്ഥാനം. ആ പരസ്പരമുള്ള വിശ്വാസം, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ്, ആ ഒരു ബോധ്യം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമാധാനം കൊടുക്കുക, സന്തോഷം കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ ഇസ്സത്ത് തരട്ടെ. കുടുംബത്തിൽ സമാധാനം കിട്ടാൻ വെറും 4 കാര്യമേ പറയാനുള്ളൂ. കുടുംബത്തിൽ സമാധാനമല്ല. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്ന് പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനേ, അമീറുൽ മുഅ്മിനീനേ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളാണ്. വീട്ടിലൊന്നും പ്രശ്നമാണ്. അതിനെന്തെങ്കിലും പരിഹാരം പറയാനുണ്ടോ? എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരാനുണ്ടോ? വീട്ടിലൊന്നും പ്രതിസന്ധിയാണ്. അപ്പൊ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തൽഗബ്, നീ അനാവശ്യമായി വെറുതെ വീട്ടിൽ ദേഷ്യം പിടിക്കരുത്. വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുത്. വേറെ വല്ലതും? ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുത്. ഇതേ കാര്യം ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞ അനുഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങളാണ് അത് ഉദ്ധരിച്ചത്. നബി തങ്ങളെ മുന്നിൽ വന്നിട്ട്, എനിക്ക് ഉപദേശം വേണം, പ്രതിസന്ധികളാണ്, വീട്ടിൽ പ്രശ്നങ്ങളാണ്,
ഉപദേശം വേണം. ലാ തൽഗബ്, എടാ മോനെ ദേഷ്യം പിടിക്കരുതേ. തുമ്മയാ റസൂലല്ലാഹ്, വേറെ വല്ലതുമുണ്ടോ നബിയേ? ലാ തൽഗബ്, എടാ ദേഷ്യം പിടിക്കരുതേ, വേറെ വല്ലതുമുണ്ടോ? നബി തങ്ങൾ മൂന്നാമതും പറയാണ് ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുത്. അപ്പൊ മൂന്നാമത്തത് സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യം ദേഷ്യമാണ്. അപ്പോ ജീവിതത്തിൽ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ വെറുതെ ദേഷ്യം പിടിക്കുന്നത് ഒഴിവാക്കാം. നാട്ടുകാരുടെ ഇടയിൽ ഭയങ്കര സംഭവമാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വെറുതെ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം അത് മാറ്റിവെക്കാം. ഫുഡ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി, ചോറിൻ്റെ ഉള്ളിൽ നിന്ന് മുടി കിട്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കുക, തല്ലുണ്ടാക്കുക. എന്തിന് മനുഷ്യന്മാരെ ഇങ്ങനെ ചൂടായി ദേഷ്യം പിടിച്ച് എന്തിന് വെറുപ്പ് വാങ്ങി വെക്കണം? നാളെ തീർന്നു പോകുന്ന ജീവിതത്തിൽ മാക്സിമം സമ്പാദ്യം എന്താ? അവന്റെ വെറുപ്പ്, ഇവരുടെ വെറുപ്പ്, കെട്ടിയോള വെറുപ്പ്, എല്ലാവരുടെയും വെറുപ്പാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ ബാക്കിൽ വന്നിട്ട് ആരാണ് മനസ്സറിഞ്ഞ് മയ്യത്ത് നിസ്കരിക്കാനുണ്ടാവുന്നത്? നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി മനമൊരുക്കിയിട്ട് ആരാണ് ദുആ ചെയ്യാനുണ്ടാവുക? നമ്മൾ ആരെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യനോ മറ്റൊരു മനുഷ്യനോട് വെറുപ്പുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ദേഷ്യമാണ്. ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, രണ്ടാളുകൾക്കിടയിൽ ഇഷ്ടം കുറഞ്ഞു പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്കിടയിൽ വെറുതെ ദേഷ്യം ഉണ്ടാവല. ഉലീദ് എന്ന പേരുള്ള ഒരു പിശാചുണ്ട്. ആ പിശാചിന്റെ പണി ഭാര്യനെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കലാണ്. തെറ്റിക്കാൻ ഈ പിശാച് എടുക്കണം. ഒന്നാമത്തെ കാര്യം ഒന്നെങ്കിൽ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കും, അല്ലെങ്കിൽ ഭാര്യയെ ദേഷ്യം പിടിപ്പിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാക്കുക. ഇതാണ് കുടുംബ കലഹത്തിന് പിശാച് പ്രയോഗിക്കുന്ന ഒന്നാമത്തെ മുറ എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് ആലോചിക്കുക, അത് നമ്മളെ കൽബ് നല്ല. ഇന്നൽ ഗളബാ മിനശ് ശൈത്വാൻ, ഇന്നൽ ഗളബാ മിനശ് ശൈത്വാൻ. ദേഷ്യം അത് പിശാചിൽ നിന്നാണ്. ആർക്കെങ്കിലും ദേഷ്യം വന്നാ അവൻ വുളൂ ചെയ്യട്ടെ. നിൽക്കുന്നവനാണെങ്കിൽ ഇരുന്നു കൊള്ളട്ടെ, ഇരിക്കുന്നവനാകെങ്കിൽ കിടന്നു കൊള്ളട്ടെ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹ നിലാ പൂമഴയായി പെയ്തൊഴിയും നിദാ ത്വലനൽ ശീലുകളായി പാടിടുന്നിതാ. ത്വഹ നിലാ പൂമഴയായി പെയ്തൊഴിയുന്നിതാ ത്വലനൽ ശീലുകളായി പാടിടുന്നിതാ. യാ റസൂലനാ സലാം, യാ ഹബീബനാ സലാം, യാ റസൂലനാ സലാം, യാ ഹബീബനാ സലാം. ത്വഹ നിലാ പൂമഴയാ പെയ്തൊഴിയുന്നിതാ ത്വലനൽ ശീലുകളായി പാടിടുന്നിതാ. സ്വഹബാ, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല അതിശക്തനാരാന്നറിയോ? ദേഷ്യം വന്നാ അതിനെ കൺട്രോൾ ചെയ്യുന്നവനാണോ? അതിനെ പിടിച്ചു വെക്കുന്നവനാ? അതല്ലേ ഖുർആനും പറയുന്നത്, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. ദേഷ്യം വന്നാൽ അതിനെ കടിച്ചു പിടിക്കുന്നവർ, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവർ, അവരോട് അല്ലാഹുവിന് ഇഷ്ടമാ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അവരോട് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാ. വിശുദ്ധ ഖുർആൻ
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദേഷ്യം അതാരോടും വേണ്ട. അത് മംദൂഹായ ഒരു കാര്യമല്ല. ദുനിയാവിന്റെ കാര്യത്തിൽ വെറുതെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സ് അതൊന്നും ഇസ്ലാം ദീനിന്റെ കാഴ്ചപ്പാടല്ല. ദീനിന്റെ കാര്യത്തിൽ മാത്രമേ അത് പെർമിഷൻ ഉള്ളൂ. ദീനി വിഷയം അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്, ദേഷ്യം അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാ, അതുപോലെ സ്നേഹവും റബ്ബിനു വേണ്ടിയാണ്. ഭാര്യനോട് ദേഷ്യം പിടിക്കുന്നത് ഭാര്യ നിസ്കരിക്കാത്തതിന്റെ പേരിലാവണം. നിസാരമായ ദുനിയാവിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളിൽ അനാവശ്യമായ ദേഷ്യവും പിണക്കവും അത് ത്വലാഖിലെത്തിയിട്ട് ജീവിതം നിസ്സാരമായത് വെറുതെ കുടുസാക്കി കളയരുത്. നമ്മൾ വെറുതെ വീട്ടിൻ്റെ അകത്തുള്ള സുഖം നഷ്ടപ്പെടുത്തണ്ട. ഒന്ന് ശാന്തരായി ആ ഒരു ശാന്തശീലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവ് എന്ന് പറയാ ഒരേ ഒരാളേ ഉള്ളൂ എന്ന ബോധം വേണേ. തസ്ജുദാ ലിസൗജിഹാ, ഒരാളുടെ മുന്നിൽ, ഒരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാ അല്ലാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാ അല്ലാഹു കൽപ്പിക്കുമായിരുന്നുവെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്റെ ഭർത്താവാണെന്നൊരു ബോധം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചന. ഭർത്താവ് പുറത്തുപോയ ഫോൺ എടുത്ത് അന്യ പുരുഷന്മാരോട് ചാറ്റ് ചെയ്യുന്നത് എന്റെ പുതിയാപ്ല അറിഞ്ഞില്ലല്ലോ എന്ന് കരുതല്ലേ. അല്ലാഹ് അത് കാണുന്നുണ്ടേ. അത് വഞ്ചനയാണ്, അത് കപടതയാണ്, അത് തുല്യതയില്ലാത്ത തമ്മാടിത്തരമാണ്. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഞാൻ ആശിഖത്ത് റസൂലാണ്, ഞാൻ റസൂലുള്ളാഹിയുടെ മദ്ഹ് വല്ലാണ്ട് കേൾക്കുന്നോളാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അന്യ പുരുഷനോട് ഹറാമായത് പറഞ്ഞ പുതിയാപ്ല പുറത്താണ്, ഹറാമ് പറഞ്ഞ പെണ്ണ് എത്ര നാരിയത്ത് സ്വലാത്ത് കൊണ്ട് ആ തിന്മയെ പൊളിക്കാ കഴിയൂല ഉമ്മ. നമ്മളൊക്കെ പ്രിഫറൻസ് അത് മാറ്റിപ്പിടിക്കണം. എല്ലാരെയും വിചാരം എന്താ, മരിവശാന്റെ ഇടയിൽ 10 മണി വരെ ഇങ്ങനെ ദിക്റല്ലി കുത്തിരുന്നാല് എല്ലുമായി സ്വർഗം അങ്ങോട്ട് തുറന്നു വെച്ചെന്നാണ് തെറ്റിദ്ധാരണയാണ്. മനുഷ്യന്മാരെ എടുങ്ങാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ അമലൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോകും. പുതിയാപ്ലാനെ മാനസികമായിട്ട് തളർത്തിയാൽ ഒരു കാര്യമില്ല. സുന്നത്ത് നോമ്പല്ലേ, പുതിയാപ്ല പറഞ്ഞു ഉച്ചക്ക് നോമ്പ് മുറിക്കൽ വാജിബാണ്. ഞാൻ മുറിക്കൂല എന്ന് പറഞ്ഞാൽ ആ നോമ്പ് കൊണ്ട് പോലും നരകമാണ്. സുന്നത്ത് നോമ്പിന്റെ കാര്യമാണിത്. രാത്രി 10 മണിക്ക് ഭർത്താവ് ബെഡ്റൂമിലേക്ക് കിടക്കാൻ വിളിക്കുമ്പോ ഞാൻ ഇരുന്നിട്ട് ഖുർആൻ ഓതട്ടെ, ഞാൻ ദിക്റ് ചൊല്ലട്ടെ എന്നൊരു പെണ്ണു പറഞ്ഞ ആ ദിക്റ് കൊണ്ടും നരകമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പറ്റിക്കുന്ന പരിപാടി അത് മാറ്റിവെക്കുക. അതുപോലെ തിരിച്ച് ഭാര്യമാരെ, എനിക്കെന്തും ചെയ്യാം, എന്റെ കെട്ടിയോളൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കാട കുത്തിരിക്കണം. അതാണ് പലരുടെയും വർത്താനം. പുതിയാപ്പിളക്ക് എന്തും ആവാം, എത്ര ആളുകളോടും ചാറ്റ് ചെയ്യാം, ഇങ്ങോട്ടും പോവാം. കെട്ടിക്കൊണ്ടോന്നോൾ ഇങ്ങനെ ബൊമ്മ പോലെ, പ്രതിമ പോലെ ഇങ്ങനെ അവിടെ വീട്ടിൽ നിൽക്കണോ? അങ്ങനെയല്ല ദീന്. രണ്ടാക്കും തെറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ്. എനിക്കെന്തോ ആവാം ഈ ചിന്തയല്ല. രണ്ടുപേർക്കും പറ്റൂല. ആണിനും പറ്റൂല, പെണ്ണിനും പറ്റൂല എന്നതാണ് മസല. അതുകൊണ്ട് മനസ്സിലാക്കുക ഓരോരുത്തരും, നമ്മൾ ഹറാമ് ചെയ്താൽ നമ്മുടെ ഭാര്യമാരെ ഹറാമിലേക്ക് പോകും. പെണ്ണുങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ ഭർത്താവ് തെറ്റിലേക്ക് പോകും. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ബോണ്ട് പരിശുദ്ധാക്കുക.
ഏറ്റവും മനോഹരമായ ബോണ്ടാക്കി മാറ്റാം. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരേണ്ട ആളുകളാണിത്. നമ്മെ ഓർക്കുന്ന വളരെ അപൂർവം ചില ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വളരെ അടുത്ത ചില റിലേഷൻ, അവർ മാത്രമേ ഓർക്കുള്ളൂ. വേറെ നാട്ടുകാരും നമ്മൾ ഓർക്കാൻ പോകുന്നില്ല. അത് ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ആദ്യവും അവസാനവും സുഖവും സന്തോഷവും ഒക്കെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലാവണം. പുറത്ത് വേണ്ടാന്നല്ല, ആ വീടകങ്ങൾ എപ്പോഴും ഇമ്പമാവണം. അതിനെന്ത് ചെയ്യണം? ഈ ദേഷ്യം, ആ വികാരം എടുത്തിട്ട് വെളിയിൽ കളയണം. എന്തെങ്കിലും ദേഷ്യം വന്നാൽ, ഖുർആൻ തന്നെ പറഞ്ഞത് ദേഷ്യം വന്നാൽ ചുമ്മാ നിങ്ങൾക്ക് അത് അടുക്കി പിടിക്കാൻ പറ്റൂല. എന്താ കാര്യം? ദേഷ്യം വന്നാൽ കടിച്ചു പിടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ ദേഷ്യത്തെ നമുക്ക് ഒതുക്കാൻ പറ്റൂല. അതിന്റെ വളരെ റിസ്ക് എടുത്ത് കടിച്ചൊതുക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ദേഷ്യം വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും കൺട്രോൾ ചെയ്യണം. അതാണ് മൂന്നാമത്തത്. നാലാമത്തും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഅ്മിനീങ്ങളെ, മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങൾ വിദൂര യാത്രക്ക് തയ്യാറെടുക്കാൻ ഹബീബായ തങ്ങളെ മുന്നിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ പോവുകയാണ് നബിയേ, ഔസിനി, വല്ല ഉപദേശവും പറയാ ഉണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് അവസാനമായി ഉപദേശം കൊടുക്കുകയാണ്. അബൂ മൂസ, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ, കണ്ണുനീര് കുടിക്കുന്നവന്റെ ദുആ, കരഞ്ഞുപോയവന്റെ ദുആ നീ സൂക്ഷിക്കണേ അബൂ മൂസ. അതിന്റെ അർത്ഥം, നീ ഒരാളെയും കരയിപ്പിക്കല്ലേ, ഒരാളെയും വേദനിപ്പിക്കല്ലേ, ഒരാളെയും പ്രയാസപ്പെടുത്തല്ലേ. മരണം വരെ സമാധാനം വേണോ? പരലോകത്ത് സമാധാനം വേണോ? അല്ലാഹുവിന്റെ മഹ്ശറിൽ സമാധാനം വേണോ? സ്വർഗം വേണോ? ഒരാളെയും നീ കരയിപ്പിക്കല്ല, ഒരാളുടെ കണ്ണുനീര് നീ കാരണമാകല്ല. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അവനിക്കും അല്ലാഹുക്കും ഇടയിലും മറയില്ലല്ലോ. ഒരാളെ നമ്മൾ കരയിപ്പിച്ചോ, ഒരാളെ നമ്മൾ വേദനിപ്പിച്ചോ, അവൻ അല്ലാഹുവിനോടൊരു കാര്യം പറഞ്ഞ അവനിക്കും അല്ലാഹുക്കും ഇടയിൽ വേറെ മറയില്ല. അവൻ അല്ലാഹുക്കും ഇടയിൽ വേറെ മറയില്ല. ലൈസ ബൈനഹു അവനും അല്ലാഹുക്കും ഇടയിൽ മറയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. നാലാമത് പറയാനുള്ളത്, ഒരാളെയും കരയിപ്പിക്കല്ലേ. ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണോ നമ്മൾ കാരണമാണ് കരഞ്ഞത്. അവൻ അല്ലാഹുവിനോടൊന്ന് കരഞ്ഞു പോയെങ്കിലോ മരിക്കുന്നതിന്റെ മുന്നേ അല്ലാഹു നമ്മുടെ സമാധാനം എടുക്കുമെന്ന്, അല്ലാഹു പകരം വീട്ടുമെന്ന്, അല്ലാഹു പ്രതികാരം എടുക്കുമെന്ന്, ദുനിയാവിൽ അല്ലാഹു ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആലോചിച്ചോ. ഞാൻ കാരണം ഒരാളും കരയേണ്ടി വരൂല, എന്റെ ഭാര്യ കരയേണ്ടി വരൂല, ഞാൻ കാരണം എന്റെ മാതാവ് കരയേണ്ടി വരൂല. ഞാൻ മദ്യപിച്ചു കൊണ്ടോന്മത്തനായി തെരുവിൽ വീണ് കിടക്കുമ്പോ എന്റെ മാതാവ് കരയുകയാണ്. എന്റെ മകൻ മദ്യപാനിയായല്ലോ, എന്റെ മകൻ ലഹരിക്കടിമപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മാതാവ് കരയുകയാണ്. സുബ്ഹാനല്ലാഹ്.
എന്റെ മാതാവ് ഞാൻ കാരണം ഒരിറ്റ് കണ്ണുനീരും ഒഴുക്കേണ്ടി വരൂല എന്ന് പ്രതിജ്ഞയെടുത്തോ ചെറുപ്പക്കാരാ. അത് മാത്രമാണ് രക്ഷയുള്ളത്. ഒരു മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കണ്ട. ഫഇന്ന ബൈനഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. പാതിരാവിന്റെ സമയത്ത് ഏതെങ്കിലും മനുഷ്യര് എന്നെ പറ്റി അല്ലാഹയോട് പരാതി പറയുന്നുണ്ടോ? സൂക്ഷിക്കണേ വാപ്പാ. അല്ലാഹനോട് നമുക്കെതിരെ പറയുന്നുണ്ടോ? അല്ലാഹന്റെ മുന്നിലാണ് പരാതി വെക്കുന്നതെങ്കിലോ അല്ലാഹു പ്രതികാരമെടുക്കാവുന്ന മനുഷ്യരെ പോലെയല്ല, മനുഷ്യരെ പോലെയല്ല. അത് അല്ലാഹുവിന്റെ പ്രതികാരം അത് താങ്ങാ മനുഷ്യരായ നമ്മൾക്ക് കഴിയൂല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരികയാ. സുബ്ഹാനല്ലാഹ്. അവൾക്ക് സ്വർണമില്ലെന്ന് പറഞ്ഞിട്ട്, സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു സാധുവായ പെൺകുട്ടിയുടെ മനസ്സിന് വേദന കൊടുത്ത അമ്മായിയമ്മമാരെ, ഭർത്താക്കന്മാരെ, ദുനിയാവ് അല്ലാഹു എടുക്കുമല്ലോ, ദുനിയാവിൽ അല്ലാഹു പരീക്ഷിക്കുമല്ലോ. മനുഷ്യരെ വേദനിപ്പിക്കരുതേ. സ്വർണം കുറഞ്ഞെന്ന് പറഞ്ഞ്, സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞു എത്ര കല്യാണമാ മുടങ്ങുന്നത്, എത്ര കുടുംബത്തിലാണ് കണ്ണീരുള്ളത്, എത്ര പാവപ്പെട്ട പെൺകുട്ടികളാ കരയുന്നത്. അല്ലാ, ഈ കൊല്ലം ജില്ലയിലല്ലേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുക. പടച്ചവനെ, നിരപരാധിയായ ഒരു പെണ്ണ്, അവൾക്ക് സ്വർണമില്ലാത്തതിന് അവളെന്ത് പിഴച്ചു? അവളാണോ ഉത്തരവാദി? സാധുവായ പെണ്ണിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാണ്. എന്തേ കാര്യം? കൊണ്ടുവന്ന സ്വർണം അത് കുറഞ്ഞു പോ. ഇങ്ങനെ പ്രതികരിക്കല്ല ഉമ്മ. നമ്മൾക്ക് മരണം വരാനുണ്ട്, അസ്രായീൽ വരാനുണ്ട്, ഖബർ വരാനുണ്ട്, പരലോകം വരാനുണ്ട്. ഒരു തരി സ്വർണ്ണാഭരണം പോലും ഒരാളുടെ കഫം പുടവയ്ക്കകത്തും അല്ലാഹു തുന്നിവെക്കാ അനുവദിക്കൂല വാപ്പാ. വളരെ ഗൗരവമുള്ള വിഷയം. സമാധാനം കിട്ടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്? ഏതൊക്കെ തിന്മകൾ കാരണമാണ് സമാധാനം നഷ്ടമായി പോകുന്നത്? ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണത്തിന്റെ വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു അറാബി കടന്നു വരികയാണ്. ആ ഷാർപ്പ് ഔട്ട് മാക്സിമം ഉള്ളെടുത്തു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു അറാബി കടന്നു വരികയാണ്. അറാബി നബി തങ്ങളോട് പറഞ്ഞു, നബി, എനിക്ക് സമാധാനം കിട്ടുന്നില്ല, സമാധാനം എനിക്ക് കിട്ടുന്നില്ല നബിയേ. നമുക്കെല്ലാവർക്കും ഉള്ള പരാതിയാണല്ലേ, സമാധാനമില്ല, സന്തോഷമില്ല. ഇതേ പരാതി ഉന്നയിച്ചിട്ടാണ് ഒരു അറാബി വരുന്നത്. സമാധാനം കിട്ടുന്നില്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? സമാധാനം വെറുതെ പോവില്ലല്ലോ, എന്താണ് പറ്റിയത്? യാ റസൂലല്ലാഹ്, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ മദീനയിലെ ഒരു കച്ചവടക്കാരനായിരുന്നു നബിയേ. മദീനയിലെ ഒരു കച്ചവടക്കാരനായിരുന്നു. മദീനയിലെ കച്ചവടം അത് പൊളിഞ്ഞു പോയപ്പോ ഞാൻ ഷാമിൽ പോയി ബിസിനസ് തുടങ്ങി. മദീനയിലെ കച്ചവടം പൂട്ടിപ്പോയി. പിന്നെ ആകെ പരിഹാരം ഷാമിലാണ്. ഞാൻ ഷാമിൽ കച്ചവടം തുടങ്ങി, അതും പൊളിഞ്ഞു പോയി. കച്ചവടത്തിൽ ഒരു ബർക്കത്തുമില്ല. ആളുകളൊക്കെ എന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട്, കടക്കാര് വന്നിട്ട് ബഹളം വെക്കുകയാണ്. അതിനെന്താണ് പരിഹാരം?
പല ആളുകളും പല കച്ചവടം ചെയ്യുന്നുണ്ട്, പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഒരു സക്സസ് ആകുന്നില്ല. 1-ാം തീയതി സാലറി കിട്ടിയ 4-ാം തീയതി അത് തീർന്ന് പോവാൻ. പിന്നെ ഒരു മാസം 10 ദിവസം ജീവിക്കണമെങ്കിൽ അടുത്ത ആളോട് കടം വാങ്ങണം. പൈസയിൽ ബറക്കത്തില്ല. ജോലി ചെയ്തിട്ട് കാശ് കിട്ടുന്നുണ്ട്, പക്ഷെ കാശ് എവിടെ പോകുന്നെന്ന് ഒരു പിടുത്തമില്ല. യാ റസൂലല്ലാഹ് നബിയേ, യാ റസൂലല്ലാഹ് മുത്തു നബിയേ, സമാധാനമില്ല നബിയേ, സമാധാനമില്ല നബിയേ, മനസ്സിലെപ്പോഴും പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്. അതിന് വല്ല മാർഗവും പറഞ്ഞു തരാനുണ്ടോ? ഇതാണ് ചോദ്യം. സമാധാനം കിട്ടാൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഅറാബിയായ മനുഷ്യനോട് തിരിച്ച് ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കുകയാണ്. നീ ഇന്ന് സുബ്ഹ് നിസ്കാരം നടത്തിയിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം നീ സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ടോ? നബിയെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. നിനക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അവർ നിസ്കരിച്ചിട്ടുണ്ടോ? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് മുത്തു നബിയേ, അവർ 2 പേരുണ്ട്. എന്റെ ഭാര്യയും പിന്നെ 2 മക്കളുമുണ്ട്. എന്റെ ഭാര്യ നിസ്കാരം നടത്തിയിട്ടുണ്ട്. 2 മക്കളിൽ ഒരാൾ നിസ്കരിച്ചിട്ടില്ല. യാ റസൂലല്ലാഹ്, 2 മക്കളിൽ ഒരാൾ നിസ്കരിച്ചിട്ടില്ല നബിയേ. 2 ആൺകുട്ടികളാണ്, അതിൽ ഒരുത്തൻ നിസ്കരിച്ചിട്ടില്ല, മറ്റേയാൾ നിസ്കരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അഅറാബിനോട് പറഞ്ഞു, മോനെ, നിന്റെ വീട്ടിൽ നിന്ന് ബറക്കത്ത് നഷ്ടമായി പോയിട്ടുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണം നിന്റെ വീട്ടിൽ ഒരു മകൻ നിസ്കരിക്കാത്തതാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരനായ അഅറാബി പറയുന്നു, നബിയേ, പരിഹാരമൊന്ന് പറയുമോ? യാ റസൂലല്ലാഹ്, പരിഹാരമൊന്ന് പറയുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അഅറാബിയോട് പറയുകയാണ്, നമസ്കാരം നടത്താത്ത മകനില്ലോ, അവനെ നമസ്കാരം തുടങ്ങാ ഒന്ന് പറയണേ. അവൻ നിസ്കാരം തുടങ്ങിയാൽ ബറക്കത്തുണ്ടാകും. അഅറാബി നേരെ വിട്ടുപോയി നിസ്കരിക്കാത്ത ആളെ നിസ്കാരം തുടങ്ങിപ്പിച്ചു. ആ ദിവസം മുതലാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടായത്. ഈ സംഭവത്തിൽ നിന്ന് നമ്മുടെ പ്രസംഗം തുടങ്ങുകയാണ്. ഞാൻ 2 മണിക്കൂർ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി പോയാൽ നിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വിഷയങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ്. കുറെ ബഹളം കേട്ട് ബേജാറായിട്ട് പോയിട്ട് കാര്യമില്ല. എന്താണ് പരിഹാരം അത് മനസ്സിലാക്കിയിട്ട് പോയാൽ കാര്യമുണ്ട്. കുറേ വാല് കേട്ട് എന്തേ കേട്ടു, കുറെ പരലോകോർത്ത് ബേജാറായി പോയി. എന്നിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ ഒരു മാമാങ്കം നടത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലതുപോലെ ഇവിടെ നിന്ന് പിരിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന 4 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ്. വീട്ടിൽ ഒരുത്തം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ വാപ്പാന്റെയും ഉമ്മാന്റെയും ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് ബറക്കത്ത് എടുത്ത് കളയപ്പെടുകയാണ്. നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും വരാറുണ്ട്. നമ്മൾ നാട്ടുകാരോട് മുഴുവനും പരാതി പറയും. നമ്മൾ അള്ളാഹുവിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പരാതി പറയാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു
അംറുൻ ഫസിയ ഇലസ്സലാ. ഹബീബായ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാ, വേദന വന്നാ, ഫസിയ ഇലസ്സലാ, നബി തങ്ങൾ ആദ്യം ചെയ്യുന്ന പണി അത് നമസ്കാരമായിരുന്നു, അത് നമസ്കാരമായിരുന്നു എന്ന് ഹബീബായ തങ്ങളുടെ സ്വഹാബികൾ രേഖപ്പെടുത്തുകയാണ്. നബി തങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ ആദ്യം ചെയ്യുന്ന പണി നമസ്കാരമാണ്. ബദ്ർ യുദ്ധത്തിന്റെ തലേ ദിവസമാണ്, നാളെയാണ് ബദ്ർ യുദ്ധം നടക്കാനിരിക്കുന്നത്. ബദ്ർ യുദ്ധത്തിന്റെ തലേ ദിവസം ഹബീബായ തങ്ങളും സ്വഹാബത്തും യുദ്ധഭൂമികയിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ തങ്ങളും സ്വഹാബത്തും യുദ്ധഭൂമികയിലെത്തി. അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അലിയാർ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നബിയെ, ഞങ്ങളൊന്ന് പോയിട്ട് ഇച്ചിരി കിടന്നുറങ്ങട്ടെ, ഞങ്ങളൊരൽപ്പം കിടന്നുറങ്ങട്ടെ. യാ റസൂലല്ലാഹ്, നബിയേ, നാളെയല്ലേ യുദ്ധം നടക്കാനിരിക്കുന്നത്, ഞങ്ങളൊന്ന് പോയിട്ട് കിടന്നുറങ്ങട്ടെ, ഞങ്ങളൊന്ന് പോയി കിടന്നുറങ്ങട്ടെ, ഒരൽപ്പം വിശ്രമിച്ചോട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളൊന്ന് ഇത്തിരി പോയിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. നബി തങ്ങൾ സമ്മതം കൊടുത്തു. നബി തങ്ങൾ സമ്മതം കൊടുത്തു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുക്കുകയാണ്. അലിയാർ തങ്ങളും ബാക്കി സ്വഹാബത്തും കിടന്നുറങ്ങാൻ പോവുകയാണ്. എല്ലാരും കിടന്നുറങ്ങാൻ പോയി. പാതിരാവിന്റെ സമയം വന്നു. സുബ്ഹാനല്ലാഹ്, മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ്, അർദ്ധരാത്രി സമയം കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഞാനൊന്ന് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. അർദ്ധരാത്രി സമയമായപ്പോ ഞാനൊന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ എഴുന്നേറ്റു എന്റെ ടെന്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. പരിസരങ്ങളെല്ലാം നിരീക്ഷിക്കുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. സ്വഹാബികൾ എല്ലാവരും അവിടെ ഉറങ്ങുകയാണ്. സ്വഹാബികൾ കിടന്നുറങ്ങാൻ. ഓപ്പറേറ്റർ ഒന്ന് തുറക്കി സൗണ്ട്. സ്വഹാബികൾ എല്ലാവരും കിടന്നുറങ്ങാൻ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന്റെ താഴെ കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ കരയാൻ. അലിയാർ തങ്ങൾ പറയുന്നു, ഞാൻ എട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ പരിസരത്ത് മുഴുവനും സ്വഹാബികൾ മുഴുവനും ഉറങ്ങുമ്പോ ഒരാൾ മാത്രം ഒരു മരത്തിന്റെ താഴെ കിടന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. യുസല്ലി തഹ്ത ശജറാ വയബ്കീ ബുകാൻ കസീറാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ ഒരു മരത്തിന്റെ താഴെ കിടന്നിട്ട് കരയുകയാണ്. മിഡ് ഫ്രീക്വൻസി കുറയ്ക്കും. മിഡ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരത്തിന്റെ താഴെ കിടന്നിട്ട് കരയുകയാണ്. യുസല്ലി ആൻ കസീറാ. വോളിയം കൂട്ടി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് സുജൂദിൽ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നേരെ ചെന്നു. നോക്കുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്താതെ ഇങ്ങനെ നമസ്കരിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ അങ്ങ് സലാം വീട്ടുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത്? അല്പം ഒന്ന് പോയി കിടന്നുറങ്ങിക്കൂടെ? പാതിരാവിന്റെ സമയത്ത് എല്ലാ സ്വഹാബത്തും കിടന്നുറങ്ങുമ്പോ അങ്ങൊറ്റക്കെന്തിനാണ് വന്നിട്ട് നമസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, സമാധാനമില്ല അലിയേ, സമാധാനമില്ല അലിയേ.
സമാധാനം കിട്ടാ. അതിനാണ് ഇവിടെ വന്നിട്ട് നമസ്കരിക്കുന്നത്. സമാധാനം വേണോ, സന്തോഷ ജീവിതം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഏതാ? അസ്വലാ. സമാധാനത്തിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം നിസ്കാരം. അത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജോലി ചെയ്തിട്ട് കാര്യമില്ല, ബറക്കത്ത് ഉണ്ടാവില്ല. പൈസ എങ്ങോട്ട് പോയി എന്നൊരു പിടുത്തമില്ല. ഉസ്താദേ വലിയ വിഷമാണ് അത് വന്ന് പറയുന്ന അന്ന് രാവിലത്തെ സുബഹി നിസ്കാരം 8 മണിക്കാണ് നിസ്കരിച്ചത്. പിന്നെ ഉസ്താദിനോട് ദുആ ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹു ചെയ്യാൻ പറഞ്ഞ് പണിയെടുക്കാതെ നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യം ഖബൂലിയത്ത് ഉണ്ടാകൂല എന്നാണ്. ഫർളായ കാര്യങ്ങൾ ചെയ്യാത്ത ഒരുത്തന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. അത് സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കരിക്കാത്തവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. നിസ്കരിക്കാത്ത ഒരാളാണ്, അവന്റെ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുകയില്ല. അതുകൊണ്ട് നിസ്കാരമാണ് സമാധാനത്തിന്റെ ഒന്നാമത്തെ മാർഗം. അതില്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. മക്കള് നിസ്കരിച്ചില്ല എങ്കിൽ വാപ്പാന്റെ കച്ചവടത്തിലാണ് ബറക്കത്ത് നഷ്ടമാകുന്നത്. മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബറക്കത്ത് പോവും. വീട്ടിൽ നിന്ന് ബറക്കത്ത് പോവാന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി പോകാനല്ല, വീട്ടുടമസ്ഥന്റെ ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. റിസ്ക്, ഭക്ഷണത്തിൽ ഒരു ദാരിദ്ര്യം വരും. വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടിലെ ഉപ്പ, കുടുംബനാഥൻ, മൂപ്പര ബിസിനസ്സിൽ, മൂപ്പര ജോലിയിൽ പ്രശ്നം വരുമ്പോഴാണ്, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴാണ് വീട്ടിൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതിനാണ് വീട്ടിൽ ബറക്കത്ത് നഷ്ടമാകുക എന്ന് പറയുന്നത്. അപ്പൊ മക്കള് സുബഹി നിസ്കാരത്തിന് സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആലോചിക്കുക, ഞാൻ ഈ ഉറങ്ങുന്നത് കാരണം പ്രയാസം അനുഭവിക്കുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ വാപ്പയും ഉമ്മയുമാണ്. മക്കള് തോന്നിയാസം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇടങ്ങേറ് വാപ്പാക്കും ഉമ്മാക്കുമാണ്. വാപ്പാനോടും ഉമ്മാനോടും സ്നേഹം ഉണ്ടെങ്കിൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിശ്രമം നടത്തണം. അതുകൊണ്ട് ഒന്നാമത്തെ പ്രതിജ്ഞ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും സമാധാനത്തിന്റെ ഒന്നാമത്തെ വഴി നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകൂല. എന്ത് തന്നെയാണെങ്കിലും നിസ്കാരം വിട്ട് ഒരു കോംപ്രമൈസും ഇല്ല എന്നൊരു നിയ്യത്ത് എന്റെ പ്രിയപ്പെട്ട ന്റെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉസ്താദേ, ഒരുപാട് സമയമായി ജോലിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയല്ലോ, മുട്ടാത്ത വാതിലുകളില്ല. അതുകൊണ്ട് ജോലി തരാ. രാജാവിനോടൊന്ന് പറയുവോ? നമ്മുടെ നാട്ടിലെ രാജാവിനോട് കൊട്ടാരത്തിൽ പോയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ? മഹാനായ ഖാലിയ സാബിത്തുൽ ബുനാനി തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, എന്റെ വീട്ടിലെന്നും ദാരിദ്ര്യമാണ്. എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്, എല്ലാ പള്ളിയിലും കയറി ഞാൻ ദുആ ചെയ്തത് നിനക്ക് വേണ്ടി ജോലി കിട്ടാൻ വേണ്ടിയാണ്. ജോലിക്ക് ബറക്കത്ത് വേണോ? അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം നിസ്കാരാണ്. 4 ദിവസം കൊണ്ട് അത് തീർന്നു. അടുത്ത 10 ദിവസം എങ്ങനെ ജീവിക്കുമോ? ആളോട് കടം ചോദിക്കുകയാണ്. സമ്പത്തിൽ ബറക്കത്തില്ല. അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, പരാധീനത. ആലോചിക്കുക, ഞാൻ നിസ്കാരം ഖളാക്കാറുണ്ടോ? മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടങ്ങേറ് വാപ്പയും അനുഭവിക്കേണ്ടി വരുന്നു. കാരണം വീട്ടിൽ ബറക്കത്ത് നഷ്ടമാവും. വീട്ടിൽ നിസ്കാരം നടന്നില്ലെങ്കിൽ വീട്ടിൽ ബറക്കത്ത് നഷ്ടമാകാൻ സമാധാനം കിട്ടൂല. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും സമാധാനം കണ്ടെത്തുന്നത് അത് 3 വിഷയങ്ങളിലാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് അത് 3 കാര്യമാണ്. ഓപ്പറേറ്റർ എവിടെ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 3 വിഷയങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഭൂമിയിൽ 3 എണ്ണമാണ്.
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. എല്ലാ സ്വഹാബിമാരും ഇരിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, സ്വഹാബാ, ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളില് ഒന്നാമത്തെ വിഷയം ഏതാണെന്നറിയോ? അത്വീബ്, അത് സുഗന്ധമാണ്. രണ്ടാമത്തത് നിസാ, എന്റെ ഭാര്യമാരാൻ. അത്വീബ് വൻ നിസാ, എന്റെ ഭാര്യമാരാൻ. മൂന്നാമത്തത് വഖുർറതു ഐനി ഫിസ്സലാഹ്, നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തിയാണ്, കൺകുളിർമയാണ്. വഖുർറതു ഐനി ഫിസ്സലാഹ്. വഖുർറതു ഐനി ഫിസ്സലാഹ്, സ്കാരം നടത്തുമ്പോഴുണ്ടാകുന്ന കൺകുളിർമയാണ്. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യം. അതിൽ നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം. അല്ലാഹു നമ്മൾക്കത് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ റബ്ബേ. അപ്പോ 4 വിഷയം നമ്മൾ പറയുന്നു സമാധാനം കിട്ടാൻ. അതിലൊന്ന് നിസ്കാരം. ഒന്ന് നിസ്കാരം, അതെല്ലാവരും പ്രതിജ്ഞ എടുക്കുക. ഇനി രണ്ടാമത്തതിലേക്ക് കിടക്കുകയാണ്. ഒരു അഅറാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരോട് അഅറാബിയായ ചെറുപ്പക്കാരനെന്ന് പറയുകയാണ്, നബിയേ, ഞാനൊരു ദരിദ്രവാസിയാണ് നബിയേ, ഞാനൊരു ദരിദ്രവാസിയാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം പറഞ്ഞു. ഇനി രണ്ടാമത്തത്, ഒരു അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാനൊരു ദരിദ്രവാസിയാണ്, എൻ്റെ കയ്യിൽ പൈസയില്ല, പൈസ ഉണ്ടാകാൻ ദ്വാരക്കണം. ഉസ്താദുമാരോടൊക്കെ ആളുകൾ 90% പറയുന്ന കാര്യം അതാണ്. ഉസ്താദെ, ആഖിറത്ത് രക്ഷപ്പെടാൻ ദ്വാരക്കണമെന്ന് പറയൽ കുറവാണ്. ആകെ പരാതി പറയൽ എന്താണ്? ഉസ്താദ്, എനിക്ക് അസുഖമാണ്, എനിക്ക് അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കടത്തിലാണ്, വീടില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ദ്വാരക്കാൻ പൊതുവെ പറയൽ കുറവാണ്. ഇതേപോലെ തന്നെ അഅറാബി അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ സാമ്പത്തികമായി വലിയ പരാധീനതയിലാണ്, പൈസ അല്ല കയ്യിൽ, എന്താണ് ചെയ്യേണ്ടത്? സമ്പത്ത് കൂടാ എന്താണ് ചെയ്യേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅറാബിനോട് ചോദിക്കുകയാണ്, മോനെ, നിനക്കൊരു വീടുണ്ടോടാ? അഅറാബി പറഞ്ഞു, നബിയേ, എനിക്ക് വീടുണ്ട് നബിയേ. രണ്ടാമതായി പ്രവാചകന് ചോദിക്കുകയാണ്, നിനക്ക് ഒരു വാഹനം അല്ലാഹു തന്നിട്ടുണ്ടോ? നിനക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം. ഉണ്ട്. നിനക്ക് വാഹനം ഉണ്ടോ? ഉണ്ട്, എനിക്കൊരു വാഹനമുണ്ട്. മൂന്നാമതായി ചോദിച്ചു, നിനക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടോ? സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടോ? അഅറാബി പറഞ്ഞു, നബി, അനുസരണശീലമുള്ള ഒരു ഭാര്യയും എനിക്കുണ്ട്. ഇത് 3 ഉണ്ട് എന്ന് പറഞ്ഞു. അഅറാബിന്റെ പരാതി എന്താ? ഞാൻ പൈസ ഇല്ലാത്ത ദരിദ്രവാസിയാണ്, എനിക്ക് പൈസ ഉണ്ടാകാൻ ദ്വാരക്കണോന്നാണ്. നബി തങ്ങൾ തിരിച്ച് 3 കാര്യം ചോദിച്ചു. ഭാര്യ ഉണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു ആ അഅറാബിയോട്, ദുനിയാവിലെ സമ്പന്നൻ നീയാ. സ്വഹാബികളോട് എല്ലാവരോടും അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ്, സ്വഹാബാ, 3 കാര്യം ഒരാൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് കൂട്ട്, തൊണ്ട പ്രശ്നം വരുന്നു. 3 കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ
അവന് ദുനിയാവ് കിട്ടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് ദുനിയാവ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് നബി തങ്ങൾ പറയാണ്, ഒരു വീടാണ്, 2 വാഹനമാണ്, 3 സ്വാലിഹത്തായ ഭാര്യയാണ്. ഇത് 3 ഒരാൾക്കുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. 3 ഉണ്ടെങ്കിൽ ദുനിയാവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ അറാബിയുണ്ട്, കുറെ സ്വഹാബത്തൊക്കെ ഉണ്ട്. എല്ലാവരോടും കൂടി സമാധാനം കിട്ടാൻ വീടും കാറും ഒക്കെ ഉണ്ട്, വാഹനമുണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്, എന്നിട്ടും റാഹത്ത് കിട്ടുന്നില്ല, സമാധാനമല്ല, ടെൻഷനാണ്. അതിനെന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുന്നു, സ്വഹാബാ, അല്ലാഹു എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു എന്താണോ തന്നിട്ടുള്ളത്, അതിൽ നിങ്ങൾ തൃപ്തിയോടുകൂടി ജീവിക്കണേ. അല്ല എന്താണ് തന്നത്, അതിൽ തൃപ്തിയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സമാധാനം തരും. അപ്പൊ സമാധാനവും ഹാപ്പിനെസ്സും ഉണ്ടാവാൻ രണ്ടാമത് റസൂല് പഠിപ്പിച്ച കാര്യമാണ്, അല്ല എന്താണോ തന്നത് അൽഹംദുലില്ലാ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഖൽബിലൊക്കെ ഒരു സമാധാനം കിട്ടണം. അതിനാണ് ഈ വാദം. പേടിച്ച് ബേജാറായി നിറോളിച്ച് ഇവിടുന്ന് പോവാന്നുള്ളതല്ല. വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ബേജാറിന്റെ കാര്യമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതിനോടൊപ്പം റജ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ശുഭപ്രതീക്ഷ, ഒപ്റ്റിമിസം. അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ധാരണ. അതേസമയം അള്ളാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഭയം. അതിനാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. അല്ലാതെ വെറും ബേജാറായി നീ നരകത്തിൽ, അവൻ എന്തായാലും നരകത്തിൽ, നീ എന്തായാലും നരകത്തിൽ, ഓളോ ഉറപ്പ് നരകത്തിൽ, ഇങ്ങനെ എല്ലാവരെയും നരകത്തേക്ക് പാഴ്സൽ ചെയ്യുന്ന ഒരു സംഭവമല്ല. പ്രതിസന്ധികൾ, പരാജയങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ മനുഷ്യരിൽ ഉണ്ടാകുമ്പോൾ എന്ത് പരിഹാരം, എന്താണ് അവർക്ക് സൊല്യൂഷൻ, ഇത് പഠിപ്പിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു വിടുന്ന ഒരു മതമാണെന്ത് വിശുദ്ധ ഇസ്ലാം. അല്ലാതെ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കി ബേജാറാക്കി പോകുന്നതല്ല. മതത്തോടുള്ള വെറുപ്പല്ല നമ്മളെ ഖൽബിലേക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു എനിക്ക് പുറത്തു തരും, ഞാൻ ഇനി നന്നാവുകയാണ്, ഈ ഒരു ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ഞാനൊക്കെ പോയി, എൻ്റെ കാര്യം കഷ്ടമാണ്, ഞാൻ പണ്ട് മുതലേ എങ്ങനെയാണ്, എനിക്കൊന്നും അല്ലാഹു പുറത്തുതരാൻ പോകുന്നില്ല, കുറച്ച് വെള്ളയിട്ട് മുലിയാമാർ നല്ല മനുഷ്യന്മാർ, ബാക്കിയൊക്കെ മോശം, ഇങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. മനുഷ്യന്മാരൊക്കെ അള്ളാന്റെ അടുക്കൽ വെള്ളട്ടാലും ഇല്ലാത്ത ആളെങ്കിലൊക്കെ ഖൽബിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാന്റെ മുമ്പിൽ വില ഉള്ളൂ. നാടനാണെങ്കിലും മൂലിയാരാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ വെള്ളട്ടോ സ്വർഗത്തിൽ, ഇവനോ എന്തായാലും നരകത്തിൽ, ഓൻ പേൻ്റൊക്കെ ഇങ്ങനെ ചെത്തിയിട്ടാണ് നടക്കുന്നത്, ബൈക്കിലൊക്കെ ഇങ്ങനെ പറക്കുന്ന ആളാണ്, ഓനൊക്കെ നരകത്തിന്റെ പാർട്ടി എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനത്തെ ഒരു എന്താ ഡിവിഷൻ ഒന്നും പരിശുദ്ധ ഇസ്ലാമിലില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നില് ഏറ്റവും വലിയ മാന്യനായ ആളുകൾ ആരാ? യാ റസൂലല്ലാഹ്, ആരാണ് മാന്യനായ ആളുകൾ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, ഇന്നകുറമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആരാണോ തഖ്വയുള്ളവർ, ആർക്കാണോ ഈമാനുണ്ടോ, അവൻ വെള്ളയും ഇട്ടവനാവട്ടെ അല്ലാത്തവനാകട്ടെ, ഖൽബിന്റെ ഉള്ളിൽ ഈമാനുണ്ടോ അവനാണ് അള്ളാന്റെ അടുക്കൽ വില ഉണ്ടോ. ബാക്കിയുള്ളവർക്കൊന്നും അള്ളാന്റെ അടുക്കൽ വിലല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അപകർഷതാബോധം അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ദീനിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ, നമ്മളൊക്കെ ഔട്ട്, ഇങ്ങനെയല്ല. എല്ലാവരും ദീനിന്റെ ആളുകളാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളാണ്. തിന്മകളൊക്കെ അങ്ങോട്ട് മായ്ച്ചു കളയാനും അത് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാനുമുള്ള കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയൊക്കെ ഒന്ന് ചിന്തിക്കാം. അല്ലാഹുവിനെ സംബന്ധിച്ചുകൊണ്ടൊരു നല്ല ധാരണ നമ്മുടെ ഖൽബിലേക്കൊക്കെ പോയി ഉണ്ടാക്കുക. സമാധാനമാണ് വിശുദ്ധ ഇസ്ലാം നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്, പേടിയും ബേജാറും അല്ല. അള്ളാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ച് ഒരൽപ്പം ഈമാൻ ഖൽബിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ചുകൊണ്ട് റസൂൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ആളുകളുടെ മനസ്സിൽ ഈമാൻ, പരലോക ചിന്ത എപ്പോഴും നിലനിർത്താൻ വേണ്ടി. അതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുകൊണ്ടൊക്കെയാണ് സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നേരെ തിരിച്ചാണ്.
ഇടങ്ങേറും പ്രയാസവും മാത്രം പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നിട്ട് അള്ളാഹിനെ പറ്റി ഒരു തെറ്റായ ധാരണ, അതൊക്കെ ഒന്ന് കൽബൊന്ന് മാറ്റുക. അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ കൽബിലെപ്പോഴും ഉണ്ടാവുക. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തു തരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ തെറ്റിൻ്റെ പിന്നാലെ പോകണം എന്നല്ലേ ഈ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കട്ടെ. അപ്പൊ രണ്ടാമത് റസൂല് പഠിപ്പിച്ച സമാധാനം കിട്ടാനുള്ള മാർഗം അള്ളാഹ് എന്താണോ തന്നത് അൽഹംദുലില്ലാ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നു മുതൽ ഇല്ലാ അസ്ഫലിക്കും, നിങ്ങളെക്കാ നിഅമത്ത് കുറഞ്ഞവരിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. അടിയിലേക്കൂട്ട്, നിങ്ങളെക്കാൾ നിഅമത്ത് കുറഞ്ഞവരിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. പൗർണമി നാളിൽ മദീന ഞാനിൽ കണ്ടിടാ പുണ്യ ഹബീബിൽ ഖമീസിൻ നൂല ഞാനായില. നബിയെ ഞാൻ പാടിതാ വേദന തീർത്തിതാ കിനാവിലെങ്കിലുമൊന്ന് ഒരു തിങ്കളെ എൻ മനസ്സപ്പൂവേ. ഖൈറുൽ വറാ ത്വഹ ഖൈറാം ഹബീബിയ. ഇവനൊന്നണയും ചാരേ ഒരു തിങ്കളെ എൻ മനസ്സപ്പൂവേ. നോവെല്ലാം പാടി ഞാൻ വേദന തീർത്തിതാ കിനാവിലെങ്കിലുമൊന്ന് ഒരു തിങ്കളെ എൻ മനസ്സപ്പൂവേ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബികൾക്ക് പഠിപ്പിക്കുകയാണ്, സമാധാനം വേണോ സ്വഹാബാ? പടച്ചവൻ എന്താ തന്നത്? അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ടോ? അല്ലാഹു എനിക്ക് എത്രയേ തന്നുള്ളൂ, അൽഹംദുലില്ലാഹ്. അല്ലാഹ് എനിക്ക് എത്ര തന്നുള്ളൂ, അൽഹംദുലില്ലാഹ്. ഇവിടെ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സൈക്കോളജിക്കൽ വിഷയങ്ങൾ ഞാൻ സംസാരിക്കാൻ പോവാം. നമ്മളൊക്കെ വിചാരിച്ച ഒരു ധാരണ, എല്ലാവരും ഞാനടക്കം, ഒരാള് വിജയിച്ചു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരെ പറ്റിയാണ്? ഓൻ ഭയങ്കര വിജയിച്ച ആളാണ്. അവന്റെ വിജയിക്കാനുണ്ടായ കാരണം നമ്മൾ പറയുന്നത് എന്താ? ഓനക്ക് നല്ല വീടുണ്ട്, അവനിക്ക് നല്ലൊരു വാഹനം കാറുണ്ട്, അവനിക്ക് അങ്ങാടിയിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, മാസവരുമാനമുണ്ട്, അവൻ വിജയിച്ച ആളാണ്. ഇതാണ് നമ്മുടെ വിജയിയുടെ നമ്മുടെ ഡെഫിനിഷൻ. ഇതാണ് ശരിക്കും അവരാണോ വിജയികൾ? നമ്മൾ ആ ധാരണ കൽബെന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആളുകളുടെയും ടെൻഷൻ പമ്പ കടക്കും. ആ ചിന്ത കൽബെന്ന് മാറ്റും. വിജയിച്ച ആള് എന്ന് പറഞ്ഞാൽ വീടുള്ള ആളാണോ? അവൻ മരണപ്പെട്ട ഈ വീട് കൊണ്ടുപോവോ? അവൻ മരണപ്പെട്ടാൽ അവൻ സ്വത്ത് അവന്റെ വസ്തു അവന് കൊണ്ടുപോകുന്നുണ്ടോ? അവരാണോ വിജയിച്ചത്? ആരാണ് വിജയിച്ച ആൾ? കൽബിന്റെ ഉള്ളിൽ തഖ്വയുള്ള ആളുകളാണ്. അവരാണ് വിജയിച്ച. ബാക്കിയുള്ളവരൊക്കെ പരാജയമാണ്. ഒരാൾ എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട്, കറക്റ്റ് നമസ്കാരം നടത്തുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, അവനെ പോലെയാകാ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരാൾ വീട് കെട്ടുമ്പോ, ഒരാൾക്ക് വാഹനമുണ്ടാകുമ്പോ അതാണ് വിജയമെന്ന് കരുതല്ലേ. ഒരാളും വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല, ഒരാളും വീട് കൊണ്ടുപോയിട്ടില്ല. കൊണ്ട് മദഹ് പാടി മദീന തേടും പാപി ഇല്ല നബിയേ എന്നിലങ്ങല്ല ഒരാശ്രയവേദി. ഇഷ്ക് കൊണ്ട് മദഹ് പാടി മദീന തേടും പാപി ഇല്ല നബിയേ എന്നിലങ്ങല്ല ഒരാശ്രയവേദി. ഇഷ്ടമാ നബിയേ നഷ്ടം ഇല്ല
പ്രണയത്തിലൊട്ടും ഇഹപരവിജയം ഇറയോ നൽകിടും ഈ പ്രണയ നേട്ടം ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ കൊണ്ട് മദഹ് പാടി മദീന തേടും പാപി ഇല്ല നബിയേ ഇന്നിലങ്ങ ലാദൊരാശ്രയവേദി ഇഷ്ടമാനബിയേ ഇങ്ങിൽ നഷ്ടയി പ്രണയത്തിലൊട്ടും ഇഹ പരാവിജയം ഇറയോ നൽകിടും ഈ പ്രണയ നേട്ടം ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ പൊന്നാര നബിതങ്ങളുടെ മുന്നിലേക്ക് സങ്കടത്തോടെ പണമില്ലാന്ന് പറഞ്ഞു വന്ന ആളുകളോട് അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിക്കുന്ന ആശയം ഇതാണ് സ്വഹാബാ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് ഒന്ന് നോക്കണേ സ്വഹാബാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു എനിക്ക് തന്നത് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതുപോലും ഇല്ലാത്ത മനുഷ്യരെത്രയാണ് അങ്ങനെ ഒന്ന് ചിന്തിക്ക് അല്ലാഹ് എനിക്ക് തന്നത് വലുതാണ് അൽഹംദുലില്ലാഹ് ഇതാണ് സമാധാനത്തിന്റെ രണ്ടാമത്തെ മാർഗം നമ്മളൊക്കെ ചിന്ത മാറ്റിയാൽ തന്നെ രക്ഷപ്പെടും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കാം അയൽവാസിന്റെ വീട്ടിലേക്ക് വലിയൊരു വീട് പടച്ചോനാവോ വിജയിച്ചു എനിക്ക് ഒറ്റ റൂമുള്ള 2 റൂമുള്ള വീടേ ഉള്ളൂ എനിക്കൊരു സ്കൂട്ടി ബൈക്കേ ഉള്ളൂ അവന്റെ പോർച്ചിലാണെങ്കിൽ ഫോർച്യൂണർ ഉണ്ട് BMW ഉണ്ട് ബെൻസ് ഉണ്ട് അവന്റെ പോർച്ചിനകത്താണെങ്കിൽ ഒരു ക്രിസ്റ്റ ഉണ്ട് എനിക്ക് ഇപ്പോഴും ഒരു ആൾട്ടോയേ ഉള്ളൂ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചെറിയ ജീവിതം എന്തിനാ കളയുന്നത് നാളെയും മറ്റന്നാളും നമുക്ക് ജീവിതം ഉണ്ടോന്ന് ഉറപ്പില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അല്ലാഹു തന്നത് കൊണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകാം ആ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ കൽബിലാണ് മനസ്സ് എപ്പോഴും അസ്വസ്ഥതയാണ് എപ്പോഴും അസൂയ എപ്പോഴും നമുക്ക് ഒരു പക്ഷേ എനിക്കത് കിട്ടിയില്ലല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ച് അവസാനം കൊണ്ട് മരണപ്പെട്ടു പോകും ഇതൊന്നും നമുക്ക് കിട്ടൂല ഇതൊന്നും കിട്ടിയാൽ തന്നെ കൊണ്ടുപോകാനും പറ്റൂല പിന്നെ എന്തിനാ മുഅ്മിനീങ്ങളെ ടെൻഷൻ അടിക്കുന്നത് അല്ലാഹു തന്നത് അൽഹംദുലില്ലാഹ് എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ബേജാറായിട്ടുള്ള ഒരു ജീവിതം ഒരു അത്യാർത്ഥിയുടെ ജീവിതം അത്രയേ ഉള്ളൂ ലൈഫ് ഉണ്ടാവില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യം ഒരാൾക്ക് വലിയൊരു കൊട്ടാര സമൃദ്ധമായ വീടുണ്ടാക്കി അയാളുടെ 10 കൊല്ലത്തെ അധ്വാനം പൈസ ഉള്ളവരുണ്ടാക്കി ഒരു കുഴപ്പമില്ല പക്ഷെ അത്രയൊന്നും നിഅമത്ത് കിട്ടാത്ത ആളുകൾ അത് നോക്കിയിട്ടുള്ള ജീവിതം കൊളാക്കേണ്ട കാരണം എന്താണ് ഒരു വലിയ വീടുണ്ടെന്ന് വിചാരിച്ച് അത് മുഴുവൻ അനുഭവിക്കാൻ ഈ മനുഷ്യൻ അല്ലാഹു ശേഷി കൊടുത്തിട്ടില്ല ദുനിയാവ് അനുഭവിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഒരേപോലെയാണ് അത് ആദ്യം മനസ്സിലാക്കണം ഒരാൾക്ക് വലിയ വീടുണ്ടെന്ന് കരുതി അയാൾ എല്ലാ റൂമിലൊന്നും കിടന്നുറങ്ങുന്നില്ല വീട് എന്ന് പറഞ്ഞാൽ ഉറങ്ങാനാണ് അല്ലേ അപ്പൊ ഒരു മനുഷ്യൻ ഉറങ്ങാൻ എം എ യൂസഫ് അലിക്കാക്കും അംബാനിക്കും കിടന്നുറങ്ങാൻ ഒരു കട്ടിലും ഒരു തലേണയും മതി ഉറക്കം അനുഭവിക്കാൻ എല്ലാവർക്കും ഒരേ ശേഷിയാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളൂ എനിക്ക് 10 റൂമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ 10 റൂമിലും കിടന്നുറങ്ങും അങ്ങനെ ആരും ഉറങ്ങാറില്ല രാത്രി 10 മുതൽ 11 മണി വരെ ഒന്നാമത്തെ റൂമിൽ എന്നിട്ട് 11 മണിക്ക് അലാറം വെച്ചിട്ട് എന്ത് ചെയ്യാണ് എണീച്ചിട്ട് അടുത്ത റൂമിലേക്ക് പോവാണ് 11:45 വരെ 11:45 അലാറം വെച്ചിട്ട് 12:30 വരെ അടുത്ത റൂമിൽ ഇങ്ങനെ 10 റൂമിൽ ആരും കിടന്നുറങ്ങാറില്ല ഒരാളും ഉറങ്ങാറില്ല കിടന്നുറങ്ങാൻ ഒരു റൂം മതി അപ്പൊ ഇത്രയും വലിയ വീടുണ്ടാക്കിയ ആൾക്കും അദ്ദേഹത്തിന് വീടുണ്ടാക്കിയ മക്കൾക്കും ആര്യക്കും മറ്റുള്ളവർക്കും ഒക്കെ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും പക്ഷേ ഇതുണ്ടാക്കിയ വ്യക്തിക്ക് അത് അനുഭവിക്കാൻ അല്ലാഹു എല്ലാവർക്കും കൊടുത്ത അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ ഒരു കട്ടിലുള്ള ആൾ ഉറങ്ങുന്നത് എങ്ങനെയാണോ അത്ര തന്നെയാണ് 100 റൂമുള്ള ആൾക്കും ഉറങ്ങാൻ അവസരം എനിക്ക് 100 റൂമുണ്ട് 50 റൂമുണ്ട് അല്ലെ 4 റൂമുണ്ട് അതുകൊണ്ട് എല്ലാ റൂമിലും ഉറങ്ങട്ടെ കഴിയില്ല ഒരു രാത്രി ഒരു റൂമിലേ പറ്റത്തുള്ളൂ പിന്നെന്തിനാ നമ്മൾ ബേജാറാകുന്നത് വലിയ ടെൻഷൻ അതാ വലിയ വീടില്ല ആ കൽബൊന്ന് അങ്ങോട്ട് മാറ്റി വെക്ക് റസൂലുള്ളാഹിക്ക് ചെറിയ വീടേ ഉള്ളൂ നമുക്ക് എന്ത് മനോഹരമായ വീടുണ്ട്
നമ്മൾ ആരെങ്കിലും വീട്ടിൽ കയറുമ്പോൾ തല തട്ടിയിട്ടുണ്ടോ? റസൂലുള്ള വീട്ടിൽ കയറുമ്പോൾ തല തൂണെ തട്ടും. വീടിന്റെ മണ്ടക്ക് റസൂലുള്ളാന്റെ തല തട്ടും. ചെറിയ മണ്ണിന്റെ ഒരു വീടാണ്, ഒറ്റമുറി വീടാണ്. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിലതു നിധിയാണ്, പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ, ഖൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖ് വിളിയാണം യാ റസൂലേ. അതൃപ്പൂവാം ബിലാലി സ്വരനാദം യാ ഹബീബേ. ഒരു നാളിനടയാളം തിരുമേനിയിൽ മലർന്ന് കിടന്ന ദിനമിൽ കിടന്ന വീടാണത്. ഒരു രാവിൽ പശിയാലെ തിരുനൂറ് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കോടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ. റസൂലുള്ളാഹിന്റെ വീടിനെ പറ്റിയാണ് ഈ പാടുന്നത്. ഒരേ ഒരു റൂം മാത്രമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളൂ. നമുക്കെന്ത് നല്ല വീടുണ്ട്. ഒന്നുമില്ലെങ്കിൽ മര്യാദക്ക് തല തട്ടാത്ത റൂമെങ്കിലും ഇല്ലേ? ഇപ്പൊ കിടന്നുറങ്ങാൻ അത്രേ മതി. അള്ളാന്റെ റസൂലിന് ഒരു ഒറ്റ റൂമേ കിട്ടിയിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീടല്ല ഒരു മനുഷ്യന്റെ വിജയം, അതാദ്യം മനസ്സിലാക്കാം. ഉള്ളതിനനുസരിച്ച് ഉണ്ടാക്കിക്കോളി. അത്ര വലുത് കിട്ടാത്തൊരിങ്ങനെ ബേജാറായി ചെറിയ ജീവിതം അത് നശിപ്പിക്കണ്ട. ഏറ്റവും വലിയ വീട്ടിലുള്ള ആളും ചെറിയ വീട്ടിലുള്ളവർക്കൊക്കെ ഒരേ സുഖമാണ് ഉറങ്ങുമ്പോൾ കിട്ടുന്നത്. അത്രേ ഉള്ളൂ, അത്ര ശേഷി മനുഷ്യനുള്ളൂ. പിന്നെ അടുത്തത് വലിയ കാറില്ലല്ലോ. വലിയ കാറില്ലെങ്കിൽ ചെറിയൊരു ബൈക്കെങ്കിലും അല്ലാഹു തന്നിട്ടില്ലേ? അതുപോലും ഇല്ലാത്തത്ര മനുഷ്യരുണ്ട്. ഈ കാറും ബൈക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിൽ കയറി ഓടിക്കാനുള്ള ആരോഗ്യം വേണ്ടേ? ആരോഗ്യം ഇല്ലാത്തത്ര മനുഷ്യരുണ്ട്. ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റിയില്ലേ? ഇങ്ങനെ നടക്കാൻ പറ്റാത്തത്ര മനുഷ്യരുണ്ട്. ഇത് കൊല്ലം ജില്ലയാണ്. തിരുവനന്തപുരം കല്ലമ്പലം എന്ന പ്രദേശത്ത് കുറച്ചു മുമ്പ് ഞാൻ വന്നിരുന്നു. അതിനടുത്ത് എൻ്റെ ഒരു വളരെ അടുത്ത വേണ്ടപ്പെട്ട ഒരു സഹോദരൻ ത്വാഹ സാഹിബ് ഉണ്ട്. അദ്ദേഹം ദുബായിലാണ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. ഒരുപാട് വേദിയിൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സാധുക്കളായ കുറച്ച് മനുഷ്യർക്ക് ഡയാലിസിന് വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുത്ത, അതിന് സംവിധാനം ഒരുക്കി കൊടുത്ത ഒരു വ്യക്തിയാണ്. ആ ഡയാലിസ് സെന്റർ ഞാൻ സന്ദർശിച്ചിരുന്നു. എത്ര മനുഷ്യരാണ് 4 മണിക്കൂർ മെഷീന്റെ മുമ്പിൽ ഇങ്ങനെ കടന്നുകൊടുക്കുക. ആഴ്ചയിൽ 3 ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ ഒരു വേദന. ഒന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഉംറക്ക് പോകണമെങ്കിൽ ആദ്യം അന്വേഷിക്കുന്ന ഡയാലിസ് രോഗിയാണെങ്കിൽ അവിടെ മദീനത്തും മക്കത്തും ഡയാലിസിന് സൗകര്യം ഒരുക്കണോ, അല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല. 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡയാലിസിന് പോകണം. ആഴ്ചയിൽ 3 വട്ടം 4 മണിക്കൂർ മെഷീന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അതിലൊരു ഉപ്പ എന്നോട് പറഞ്ഞു, പൊന്നാരുസാദ്, ഈ സൂചി കുത്തിക്കയറ്റുമ്പോഴുള്ള വേദന സഹിക്കാൻ പറ്റൂല. സാധാരണ ഇച്ചിരി 2 ml ബ്ലഡ് എടുക്കുന്ന സിറിഞ്ചല്ല, ഒരല്പം വണ്ണമുള്ള ഡയാലിസ് ചെയ്യുന്നൊക്കെ കണ്ട ആളുകളാണ്. ഇച്ചിരി വണ്ണുള്ള സൂചി 2 വട്ടം കുത്തിക്കയറ്റാണ്. ഒന്ന് ബ്ലഡ് എടുക്കാൻ, പിന്നെ ശുദ്ധീകരിച്ച രക്തം ഉള്ളിലേക്ക് കയറ്റണമല്ലോ, അതിന് രണ്ടാമതൊരു കുത്ത്, 2 കുത്തൽ. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര വലിപ്പമുള്ള, മുഷ്ടിയോളം വലിപ്പമുള്ള 2 കിഡ്നി അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രവർത്തനം അല്ലാഹു നിർത്തിക്കളഞ്ഞാൽ എന്താ പിന്നെ അവസ്ഥ? മുഷ്ടിയോളം വലിപ്പമുള്ള ഈ കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ? അല്ലാഹു നമുക്ക് ഈ മനസ്സിലാമത്താക്കി തരട്ടെ. എന്നിട്ട് നമ്മൾ പറയണം, എനിക്കൊന്നുമില്ല, എനിക്ക് സമാധാനമില്ല, എനിക്കതില്ല, എനിക്കിതില്ല. അൽഹംദുലില്ലാഹ്, എനിക്ക് നടന്നു വഅദ് കേൾക്കാൻ വരാ അല്ലാഹു അവസരം തന്നിട്ടുണ്ടല്ലോ.
എന്ന് വിചാരിക്കണേ ഉപ്പാ. എനിക്ക് നടന്ന് വഅലിന് വരാൻ അല്ലാഹു അവസരം തന്നില്ലയോ? എനിക്ക് നടന്നു വരാനുള്ള ഈ വഅലിന്റെ മജ്ലിസിലേക്ക് നടന്നു വരാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നില്ലയോ? അതില്ലാത്തത്ര മനുഷ്യരുണ്ട്, അതില്ലാത്തത്ര മനുഷ്യരുണ്ട്. അതാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു തന്ന നിഅമത്തുകൾ, നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദനകളും പ്രയാസങ്ങളൊക്കെ നഷ്ടപ്പെടാൻ, അതൊക്കെ ഇല്ലാതാകാനുള്ള പരിഹാര മാർഗമാണ് ഈ പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉള്ളത് എന്താണെങ്കിലും അൽഹംദുലില്ലാഹ് പറ. ഈ മെറ്റീരിയലുകൾ ധാരാളം കിട്ടിയത് കൊണ്ട് അതല്ല സന്തോഷത്തിന്റെ ഏറ്റവും അവസാനത്തത്. ഇതൊക്കെ താൽക്കാലികം. ഐഫോൺ 14 Pro Max കിട്ടി, 4 ദിവസം നല്ല രസം ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ എന്താ ഐഫോൺ 13 Pro. അത്രേ ഉള്ളൂ. ദുനിയാവിന്റെ ഗാഡ്ജറ്റുകളൊക്കെ കയ്യിൽ കിട്ടി, അതിനൊക്കെ പരിഹാരം, അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് അതല്ല സന്തോഷം, അതാരും കൊണ്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, പടച്ചോനെ എനിക്ക് നിസ്കാരം കുറെ പോയിട്ടുണ്ട്, അതോർത്ത് ടെൻഷൻ അടിക്കേ. എന്നിട്ട് അതിന്റെ പരിഹാരം കാണി. എനിക്ക് വീടില്ല എന്ന് പറയണ്ട, കാരണം വീടും കൊണ്ട് ആരും പോയിട്ടില്ല, നിസ്കാരം കൊണ്ടേ പോയിട്ടുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. വിജയിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ആളുകളാണ്. അല്ലാഹു നമ്മളെയൊക്കെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സമാധാനം വേണോ? അല്ലാഹു എന്താണോ തന്നത് അൽഹംദുലില്ലാഹ്, അത് മതി. മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു തആല അൻഹു, ആ മഹാന്റെ മക്കൾ ഓരോന്നിങ്ങനെ മരണപ്പെടുകയാണ്. ഒരു മനസ്സങ്കോചവുമില്ലാതെ മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടു ഉസ്താദ് നേരെ ദർസിലോട്ട് കടന്നു വരികയാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എന്താണ് നിങ്ങളുടെ മനസ്സിന് ഇത്ര കട്ടിവരാ? നിങ്ങളെ 3 മക്കള് ഓരോന്നായി ഇങ്ങനെ മരണപ്പെടുമ്പോ മാനസികമായി നിങ്ങൾ തകർന്നില്ലല്ലോ, മാനസികമായി തളർന്നു പോയില്ല. അതിന്റെ മനക്കരുത്തിന്റെ കാരണമേതോ? മനക്കരുത്തിന്റെ കാരണമേതോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞൊരു കാര്യമാ. മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല, ഹബീബിന്റെ കാലശേഷം ജനിച്ച മഹാനാ. എന്റെ പൊന്നാര നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അബൂ സുലൈമാൻ തങ്ങളാണ് പറയുന്നത്, ഉസ്താദേ എങ്ങനെയാ സമാധാനം കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാ പറഞ്ഞത്, എന്റെ 3 മക്കളുടെയും ഉടമസ്ഥൻ അല്ലാഹു അല്ലയോ? അല്ലാഹു തിരിച്ചെടുത്തതല്ലയോ? പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ടത്? എന്റെ മക്കൾ അത് അല്ലാഹുവിന്റെ മുതലല്ലേ, അല്ലാഹു അല്ലേ തിരിച്ചെടുത്തത്. അതുകൊണ്ട് അതോർത്ത് ഞാൻ സമാധാനിക്കുകയാണ്. എന്നിട്ട് മഹാൻ പറഞ്ഞു, മുത്തുനബി പറഞ്ഞ കാര്യം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാന്റെ അടുത്തുനിന്നല്ലേ, അള്ളാന്റെ അടുത്തേക്കല്ലേ നമ്മൾ മടങ്ങി പോകേണ്ടത്. അള്ളാന്റെ അടുത്തുനിന്ന് വന്നാണ് അള്ളാന്റെ അടുത്തേക്കാ പോകുന്നത്. പിന്നെ എന്തിനാ ബേജാറാകുന്നത്? അള്ളാഹുവിന്റെ വിധിയല്ലേ. അങ്ങനെ ഒന്നാലോചിക്കും. പ്രതിസന്ധി എവിടെ വരുമ്പോ ഈ പ്രതിസന്ധി അള്ള തന്നതാണ്. ഞാൻ അള്ളയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാലോചിക്ക്. ഞാൻ അള്ളാഹുമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഒന്നാലോചിക്കും. അള്ളാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. എന്ത് വന്നാലും അൽഹംദുലില്ലാഹ്. ബയോളജി പഠിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. വളരെ പ്രസിദ്ധമായ ഒരു അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനം ആധുനിക സയൻസ് കണ്ടുപിടിച്ചത് 14 നൂറ്റാണ്ട് മുന്നേ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയാണ്, ഖുദ്സിയായ ഹദീസാണ്.
അല്ലാഹ് പറഞ്ഞു അത്രേ, ജനങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം അവർ ഇബാദത്ത് ചെയ്യലാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് വഖസംതു ലക റിസ്ഖക ഫലാ തതഅബ്, നിങ്ങൾക്ക് എന്താണോ ഉണ്ടായി തീരാൻ പോകുന്നത് അതെല്ലാം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണോ കിട്ടാൻ പോകുന്നത് അതെല്ലാം അല്ലാഹു തീരുമാനിച്ചതാണ്. ഏത് പെണ്ണിനെ കെട്ടും അല്ലാഹ് തീരുമാനിച്ചു. എത്ര സാലറി ഉണ്ടാകും അല്ലാഹു തീരുമാനിച്ചതാണ്. എല്ലാം ദുനിയാവിൽ ഉണ്ടാകുന്നതൊക്കെ അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞു. സലീം വാഫിക്ക് ഇനി എത്ര വീടുണ്ടാകും, എന്ത് വണ്ടികൾ വന്നു ചേരും, ഇതൊക്കെ അല്ലാഹ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയാണ് നീ ബേജാറാകണ്ട, ടെൻഷൻ അടിക്കണ്ട, എനിക്ക് കുറഞ്ഞു പോയല്ലോ, ഓനക്ക് അത്ര കിട്ടിയല്ലോ, ഇത് നീ വിചാരിക്കണ്ട. നിനക്കുള്ളത് അല്ലാഹു തരും, അത്രേ കിട്ടുള്ളൂ. അതല്ല പറഞ്ഞത്. നാട്ടുകാരെ മുഴുവൻ വിചാരിച്ചാലും ഒരു ഇഞ്ച് കൂടൂല. നാട്ടുകാരെല്ലാവരും വിചാരിച്ചാലും അല്ലാഹു തരാൻ ഉദ്ദേശിച്ചത് ഒരൽപ്പം പോലും കുറഞ്ഞു പോകൂല. അല്ലാഹ് തരാൻ ഉദ്ദേശിച്ചത് എന്തായാലും കിട്ടും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട, ബേജാറാകണ്ട. ഇതാണ് അല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു വർത്താനം അല്ലാഹു പറയാണ്. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹ് പറയാണ് ഫഇൻ അൻത റളീത്, ഞാൻ എന്താണോ തന്നത് അതിൽ തൃപ്തനായ, അതിൽ തൃപ്തിപ്പെട്ടാൽ അറഹ്തു ഖൽബക വബദനക, അല്ലാഹു നിന്റെ മനസ്സിന് സമാധാനം തരും. വബദനക, നിന്റെ ശരീരത്തിന് അല്ലാഹു ആഫിയത്ത് തരും. അല്ലാഹ് എന്താണോ തന്നത് അതിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു മനസ്സമാധാനം തരും. വബദനക, ശരീരത്തിന് അല്ലാഹു ആഫിയത്ത് തരും. ഇതിനർത്ഥം എന്താ? മനസ്സമാധാനം ഉണ്ടെങ്കിൽ ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകും. ആദ്യം ശരീരത്തിന്റെ കഥ അല്ല അല്ലാഹ് പറഞ്ഞത്. അറഹതു ഖൽബക വബദനക, അല്ലാഹു തന്നതിൽ തൃപ്തിയുണ്ടോ? അല്ലാഹു മനസ്സമാധാനം നിനക്ക് നൽകുമല്ലോ, ശരീരത്തിന് ആഫിയത്തും നൽകുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹ്. അതിരുകളില്ലാത്ത സ്നേഹപ്രപഞ്ചം ത്വാഹ റസൂലുള്ളാഹ് നൂറുള്ളാഹ്. അതിരുനിലയ്ക്കാത്ത സ്നേഹപ്രപഞ്ചം ത്വാഹ റസൂലുള്ളാഹ് നൂറുള്ളാഹ്. അതിരുകളില്ലാത്ത സ്നേഹപ്രപഞ്ചം ഖാതിം സല്ലല്ലാഹു സല്ലല്ലാഹു. അജബു നിലയ്ക്കാത്ത പ്രേമ പ്രപഞ്ചം ഖാതിം സല്ലല്ലാഹു സല്ലല്ലാഹു. ത്വാഹ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശൗകിൻ നിറദീപമേ ദൂതരേ ശൗകിൻ നിറദീപമേ ത്വാഹ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശൗകിൻ നിറദീപമേ അതിലേ നൂറായി ഉദിത്തവരേ. ആ പൊന്നാര റസൂലാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. അല്ലാഹ് എന്താണോ തന്നത് അതിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ സമാധാനം, കൽബിനും സമാധാനം ഉണ്ടെങ്കിൽ ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകും. ഈ സംഭവം സയൻസ് മനസ്സിലാക്കിയത് അടുത്ത കാലത്താണ്. ബയോളജി അറിയുന്ന ആളുകൾക്കറിയാം. രോഗാണു സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമുണ്ട്. രോഗാണു സിദ്ധാന്തം എന്താ? രോഗാണു സിദ്ധാന്തം പറയുന്നത് ഒരാൾക്ക് രോഗം ഉണ്ടാവണമെങ്കിൽ അയാളെ ശരീരത്തിലേക്ക് ബാക്ടീരിയയും വൈറസും ഒക്കെ കടന്നു വരണം.
ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഫംഗസ്, ഇതിനെ പാത്തോജൻസ് എന്നാണ് പറയാ ഇംഗ്ലീഷിൽ. പഠിക്കുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും ഇവിടെ. ഈ പാത്തോജൻസ് ശരീരത്തിലേക്ക് വന്നാലാണ് ഒരാൾക്ക് അസുഖം ഉണ്ടാവുക എന്നാണ് സയൻസ് മനസ്സിലാക്കിയത് അടുത്ത കാലം വരെ. പക്ഷെ പിന്നീട് അവർ തിരുത്തി. ഒരാൾക്ക് അസുഖം ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് അസുഖം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് ബാക്ടീരിയയും വൈറസും ഫംഗസും ഒന്നും കടന്നു വരേണ്ട കാര്യമില്ല. അത് മാത്രമല്ല അതിന്റെ കാരണം, അത് വന്നാൽ രോഗം ഉണ്ടാവും. പക്ഷെ അതിനോടൊപ്പം വേറെ ചില റീസണുകളുണ്ട്. സയൻസ് കണ്ടെത്തി ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം, ജനിതകമായിട്ടുള്ള ഒരു സവിശേഷമായ അവസ്ഥയാണ് ജനറ്റിക് മ്യൂട്ടേഷൻ. പിന്നെ സയൻസ് പറഞ്ഞു ഹെറിഡിറ്റി. വാപ്പക്കും ഉമ്മക്കും അസുഖമുണ്ട്, അല്ലെങ്കിൽ ഉമ്മക്ക് അസുഖമുണ്ട്, വാപ്പക്കില്ല, വാപ്പക്കുണ്ട് ഉമ്മക്കില്ല, രണ്ടുപേർക്കുമില്ല. പക്ഷെ അവരുടെ ജീൻ മക്കളിലേക്ക് വരും. മക്കൾക്ക് ഒരു പക്ഷേ അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാപ്പക്കും ഉമ്മക്കും ഇല്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. മക്കളിൽ ഈ ജനിതകം ജനറ്റിക് ആ സംഭവം എക്സ്പോസ്ഡ് ആയാൽ എന്നാണ് പറയാ. അതിനാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം സയൻസ് പറഞ്ഞു, മനുഷ്യർക്ക് മനസമാധാനം നഷ്ടപ്പെടുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടെങ്കിൽ എന്നും ടെൻഷനാണ്, അത് അവന്റെ രോഗം വർദ്ധിക്കാനിടയാകും. ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഒരാൾക്ക് ക്യാൻസർ രോഗം ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടെത്തി കഴിഞ്ഞാൽ ഡോക്ടർമാർ ആദ്യം കുറെ മരുന്ന് വാരി കൊടുക്കലല്ല. ഡോക്ടേഴ്സ് ആദ്യം ചെയ്യുന്ന പണി എന്താണ്? നല്ലൊരു കൗൺസിലർ എടുത്ത്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളെടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്യിപ്പിക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് മനക്കരുത്തുകൊണ്ട് ഈ രോഗത്തൊന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ കൊല്ലത്തോ പരിസരത്തോ എവിടെയുള്ള ഇന്നസെന്റ് എന്ന് പറഞ്ഞ MP ഉണ്ട്. അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, അതിൽ നിന്ന് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അഭിമുഖമൊക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പല പത്രവാർത്തയും വന്നിട്ട് മനക്കരുത്തുകൊണ്ട് ക്യാൻസറിനെ തോൽപ്പിച്ചു. അസുഖം കൊണ്ട് മാത്രല്ല രോഗത്തുനിന്ന് രക്ഷ മനക്കരുത്തുകൊണ്ട്. യുവരാജ് സിംഗ് ഇന്ത്യൻ ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഗൂഗിളൊക്കെ ചെയ്താൽ കിട്ടും. അദ്ദേഹത്തിന്റെ രോഗസമയത്തുള്ള അവസ്ഥ, ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, തിരിച്ചു വന്നു. വെറും മരുന്ന് മാത്രമല്ല, മനക്കരുത്ത്. അപ്പം മനക്കെട്ടി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയാണ്. സയൻസ് അടുത്ത കാലത്ത് അത് മനസ്സിലാക്കി. മനക്കരുത്ത് വേണം, മനസാന്നിധ്യം വേണം രോഗത്തെ നേരിടാൻ. അതടുത്ത കാലത്ത് സയൻസ് മനസ്സിലാക്കിയത് 14 നൂറ്റാണ്ട് മുമ്പ്. അല്ലാഹ് പറയാൻ, സ്വഹാബാ അല്ലാഹ് ഏതാണോ നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? അർഹതു ഖൽബക വബദനക, അല്ലാഹു നിന്റെ മനസ്സില് സമാധാനം നൽകുമല്ലോ, അങ്ങനെ ശരീരത്തിന് ആഫിയത്ത് നൽകുമല്ലോ. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹ് മദിയൊത്ത മദീനത്തെ മണിയറയിലെ തിരുശറഫറ, ശറഫറകില പ്രപഞ്ചമാകെ റഹ്മത്തായവരാ, റഹ്മത്തുല്ലിൽ ആലമീനെ ത്വാഹ മുജ്തബരാ, ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, നിങ്ങൾക്ക് ശരീരത്തിന് ആഫിയത്ത് വേണോ, സമാധാനം വേണോ? എപ്പോഴാ സമാധാനം കിട്ടുന്നത്? അല്ലാഹ് എന്താണോ തന്നത്, അൽഹംദുലില്ലാ. അപ്പൊ രണ്ടാമത്തെ വിഷയം ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് ഇത്രയുള്ളൂ, അൽഹംദുലില്ലാ. റസൂലുള്ളാഹിക്ക് ഇത്രയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ വാപ്പാനെയും ഉമ്മാനെയും കണ്ടിട്ടുണ്ട്. ഹബീബായ തങ്ങൾക്ക് ഉപ്പാനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഉപ്പ നബിതങ്ങൾ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ വഫാത്തായിട്ടുണ്ട്. 6-ാമത്തെ വയസ്സിൽ ഉമ്മ വഫാത്തായിട്ടുണ്ട്. ജ്യേഷ്ഠനും ഇല്ല, അനുജനും ഇല്ല, സഹോദരിയും ഇല്ല, ഒറ്റയാണ്. നമുക്ക് ഉമ്മാനെ കാണാൻ പറ്റിയിട്ടുണ്ട്, വാപ്പാൻ. ഇത് രണ്ടും ഇല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരുണ്ട്. നമുക്ക് നമ്മളെ പോറ്റി വളർത്താൻ, സ്നേഹിക്കാൻ ഒരുപാട് ആളുണ്ട്. ഹബീബായ തങ്ങൾക്ക് ഉപ്പാന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. ഉമ്മാടെ സ്നേഹം 6 വയസ്സ് വരെ. സഹോദരങ്ങൾ ആരുമില്ല, കൂടപ്പുറപ്പ് ആരുമില്ല, ഒറ്റയാണ്. എന്തൊരു വേദന, എന്തൊരു പ്രയാസ. കുട്ടിക്കാലത്ത് ഉണ്ടാകേണ്ട വേദന ഒക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകി. പ്രതിസന്ധികളാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ 25 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു. ഖദീജ ഉമ്മായ റളിയല്ലാഹു അൻഹാ കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടികളായ പിന്നെ ഏറ്റവും വലിയ വേദന എന്താണ്? മക്കൾ മരിച്ചു പോകുന്നതാണ് അല്ലേ? കല്യാണം കഴിഞ്ഞ് കുട്ടികളായ പിന്നെ ഏറ്റവും വലിയ വേദന മക്കൾ മരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കൾ അല്ലാഹു നൽകിയതിൽ 6 പേരും ഹബീബായ തങ്ങളുടെ കാലത്ത് മരണപ്പെട്ടു പോയതാണ്. എന്നാലോചിക്കും നിങ്ങളെ, റസൂലുള്ളാഹിയുടെ കാലത്ത് വഫാത്തായിട്ടുണ്ട് 6 മക്കൾ. ഒരാൾ മാത്രമേ നബി തങ്ങൾ മരിക്കുമ്പോൾ ബാക്കിയിട്ടായിട്ടുള്ളൂ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 1 അല്ല 2 അല്ല 6 മക്കളെയും ഖബറിലേക്ക് വെക്കുന്നൊരു വാപ്പയുടെ വേദന. ഇബ്രാഹിം എന്ന പൊന്നുമോനെ ഖബറിലേക്ക് വെക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരോട്, മഹാനായ പ്രവാചകരോട് സ്വഹാബി പറയുന്നുണ്ട്, നബിയേ, എന്തിനാണ് കരയുന്നത് നബിയേ? എന്തിനാ കരയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു പിതാവല്ലയോ, ഞാനൊരു പിതാവല്ലയോ സ്വഹാബാ, ഒരു വാപ്പായുടെ വേദന, ഒരു പിതാവിന്റെ സങ്കടം എൻ്റെ ഖൽബിലില്ലയോ? ഞാനൊരു വാപ്പയല്ലയോ? 6 മക്കളുടെ മരണവാർത്ത കേൾക്കേണ്ടി വന്നു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനത്തെ വല്ല വേദന അല്ലാഹു തന്നിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും അഷ്റഫുൽ ഖൽഖിന്റെ കാര്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കതിൻ്റെ 100-1 പ്രതിസന്ധി അല്ലാഹു തന്നിട്ടുണ്ടോ മിനിങ്ങളെ? എന്നിട്ടും നമ്മൾ പറയണം എനിക്കൊന്നുമില്ല, ഞാനെന്നും ഒന്നുമില്ലാത്ത ആളാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തീൻമേശയിൽ 2 ഐറ്റം കറി കണ്ടപ്പോ, 2 ഐറ്റം കണ്ടപ്പോ ആയിഷ ബീവി വല്ലാതെ ദുഃഖിതയായി. അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹബീബിന്റെ കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ 1-ലധികം കറി കൂട്ടാറുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ 1 കറിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അല്ലാഹു വലിയ നിഅമത്തല്ലയോ തന്നത്? ഈ ഭക്ഷണത്തിന്റെ കൂടെ 2 ഐറ്റം കറികൾ. 2 കറി കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഹബീബിന്റെ കാലത്ത് ഞങ്ങൾ 1 കണ്ടിട്ടുള്ളൂ. നമ്മളെ തീൻമേശയിൽ എത്ര ഐറ്റംസ് ഫുഡ് അല്ലാഹു തന്നിട്ടുണ്ട്. 5 നേരം നമുക്ക് ഭക്ഷണം, ബെഡ് കോഫി മുതൽ നാസ്ത, അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി 5 നേരം നമുക്ക് ഫുഡാണ്. അതല്ലാതെ സ്പെഷ്യലും അത് ഇത് എത്ര സമയമാണ് നമുക്ക്? ഓരോ 2-3 മണിക്കൂർ ഓടുമ്പോൾ ഫുഡ്. റസൂലുള്ളാഹിന്റെ കാലത്ത് 1 നേരമാണ് ഭക്ഷണം, അത് തന്നെ പലപ്പോഴും ഇല്ല. ഇങ്ങനെയൊക്കെ കഷ്ടപ്പാട് അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്കതിൻ്റെ 100-1 കഷ്ടപ്പാടില്ല. എന്നാലും നമ്മൾ പറയും എനിക്കൊന്നുമില്ല, ഞാനൊന്നുമില്ലാത്തവനാണ്, അവനെല്ലാം കിട്ടി, ഇവർക്കെല്ലാം കിട്ടിയില്ല. ആ ഒരു ചിന്തയൊക്കെ മാറ്റി വെക്കുക. അല്ലാഹു എനിക്ക് തന്നത് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് ഉള്ളത് അൽഹംദുലില്ലാഹ്. എത്ര കിട്ടിയാലും ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. കിടന്നുറങ്ങാൻ ഒരു റൂം മതി. എത്ര പൈസ ഉണ്ടായിട്ടും തിന്നാൻ ഒരു ഉച്ച സമയത്ത് ഒരു ചോറേ പറ്റുള്ളൂ അല്ലേ? എനിക്ക് 1 ലക്ഷം വരുമാനമുണ്ട്, 2000 പോലും മാസ വരുമാനം, 5000 രൂപ വരുമാനം ഇല്ലാത്ത അവനും ഉച്ചക്ക് 1 ചോറ് തിന്നുന്നു. 1.5 ലക്ഷം കിട്ടുന്ന ഞാനും 1 ചോറ് തിന്നുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനൊരു 15 ചോറ് തിന്നട്ടെ എന്നാരും പറയാറില്ല. കോടാന കോടീശ്വരന്മാര് തീൻമേശയിൽ വന്നിരുന്നാലും ഉച്ച സമയത്ത് 1 ചോറ് അത്രേ പറ്റുള്ളൂ. കുറെ കാശുണ്ട്, അതുകൊണ്ട് എൻ്റെ വയറിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഞാനൊരു 25 ബിരിയാണി കഴിക്കട്ടെ എന്നൊന്നും ആരും പറയില്ല. തിന്നണ സുഖം, ഭക്ഷണത്തിന്റെ സുഖം എല്ലാവർക്കും ഒരേപോലെ അള്ളാഹു വയറിന് സ്പേസ് തന്നിട്ടുള്ളൂ. പിന്നെന്തിനാ ബേജാറാകുന്നത്? ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖം, മനുഷ്യന് കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞത് ഉറക്കം, നല്ല ഭക്ഷണം, ഇതൊക്കെയാണ്. ഉറങ്ങാനൊരു കട്ടില് മതി, തിന്നാൻ എല്ലാവർക്കും ഒരേ വയറേ അല്ലാഹു തന്നിട്ടുള്ളൂ. പിന്നെ കുറേ സ്പെഷ്യൽ ഫുഡ് തിന്നാൻ പറ്റുമല്ലോ കുറേ പൈസ ഉണ്ടെങ്കിൽ, അത് മണ്ടത്തരാണ്. 3 ദിവസം അടുപ്പിച്ച് ബിരിയാണി തിന്നാൽ 4ാമത്തെ ദിവസം ബിരിയാണി തിന്നാൻ കണ്ടാ ഛർദ്ദിക്കാൻ വരും അല്ലേ? മനുഷ്യന്മാർക്കൊക്കെ നോർമൽ ഫുഡ്, ഇടക്ക് സ്പെഷ്യൽ, അതാണ് മനുഷ്യന്മാരുടെ ഫുഡ് സൈക്കിൾ. എല്ലാ ദിവസവും മന്തി ഒരു മനുഷ്യനെ കൊണ്ടാവൂല. അതുകൊണ്ട് നോർമൽ ഫുഡ് തന്നെയാണ് ലോകത്തെ മനുഷ്യരൊക്കെ ഫോളോ ചെയ്യുന്നത്. അത് ഏത് വലിയ ശൈഖന്മാരും അങ്ങനെ തന്നെയാണ്, നോർമൽ ഫുഡ്. അതിനോടൊപ്പം ഇടക്ക് സ്പെഷ്യൽ. അപ്പോൾ കുറേ പൈസ ഇല്ല, അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനൊന്നും വേണ്ട.
യൂസുഫ് അലിക്കാക്ക് എത്രയാണോ വയറിന് സ്പേസ് അത്ര തന്നെ ഒന്നുമില്ലാത്തവന് അള്ളാഹു വയറിന് സ്പേസ് കൊടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഒരു ഭക്ഷണം, ഒരു ചോറ്, അത്ര ഉച്ചക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കാനുള്ള ശേഷി അത്രയുള്ളൂ മനുഷ്യന്. എന്നിട്ടും നമ്മൾ ഇങ്ങനെ കൽബിൻ്റെ ഉള്ളിൽ വേദന, പ്രയാസം, എനിക്കതില്ല. അത് കുറെ ഉണ്ടായിട്ട് അങ്ങ് മരിച്ചുപോയി ബാക്കിയാക്കിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ടെൻഷനൊക്കെ കൽബൊന്ന് മാറ്റി ഉള്ളത് അൽഹംദുലില്ലാഹ് പറ. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് സമാധാനമുള്ള സന്തോഷം തരുന്ന ഒരു ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാഹ് പറ. ഞാനൊരു 3-4 ദിവസം മുമ്പ്, 4-5 ദിവസം കഴിഞ്ഞ 30-ാം തീയതി ആണ് ഞാൻ നാട്ടിലെത്തിയത്. അതിന് മുമ്പ് ഒരു 3-4 പരിപാടി ഒമാനിലും മസ്കറ്റിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബിദ്യ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് ഒമാനിലെ സൂറിനട് മസ്കറ്റിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഒരു 10-200 കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും. അപ്പോ അവിടെ വയല് കഴിഞ്ഞ് നമ്മുടെ അവിടെ സംഘാടകരും ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുപ്പും മറ്റു പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘാടകരും പറഞ്ഞു, ഒരു ഉപ്പയും അവരുടെ ഭാര്യയും ഒരു ഫാമിലി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറേ സമയം വെയിറ്റ് ചെയ്യണം, അവരോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തെത്തി. അവിടെ കുറച്ച് ദൂരം നിന്ന് ഇവിടെ ഒന്നോ വന്നതാണ്. ഒരു ഉമ്മയും ഒരു ഉപ്പയുണ്ട്. 60 വയസ്സുള്ള ഉപ്പയാണ്, ഒരു 19 വയസ്സിന്റെ മേലെ പ്രായമുള്ള ഉമ്മയുമാണ്. ആ പിതാവ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഭാര്യ വലിയ മാനസിക വേദനയിലാണ്. എന്തേ കാര്യം? ഉസ്താദേ, ഇവിടെ ചെറിയ മക്കൾ നബിദിന പരിപാടി കഴിഞ്ഞിട്ടാണ് പ്രഭാഷണം നടന്നത്. ഈ നബിദിന പരിപാടിക്ക് ഇവിടെ പിള്ളേര് പാട്ടുപാടി അത് കഴിഞ്ഞിട്ട് അവർ സമ്മാനം കിട്ടുമ്പോൾ ആ സമ്മാനമായിട്ട് അവരുടെ ഉമ്മമാരുടെ അടുത്തേക്ക് ഓടി വന്ന് ഉമ്മമാരുടെ മുന്നിൽ ആ സമ്മാനപ്പൊതി വെച്ച് ഉമ്മമാരെ കെട്ടിപ്പിടിച്ച് മുത്തമിടുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ ഭാര്യ മാനസികമായിട്ട് തളരാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 32 കൊല്ലമായി. ഇന്നേ വരെ ഞങ്ങൾക്ക് മക്കളെ കിട്ടിയിട്ടില്ല. രാവിലെ എൻ്റെ ഭാര്യ എല്ലാ ദിവസവും കരയും. വീടിന്റെ മുറ്റത്തൂടെ ചെറിയ പിള്ളേര് കളർ കൂടെയും നല്ല ബേഗും നല്ല അടിപൊളിയായിട്ട് മദ്രസയിലും സ്കൂളൊക്കെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു മോനെയെങ്കിലും ഇങ്ങനെ സ്കൂളിൽ വിടാൻ, മദ്രസയിൽ വിടാൻ പറ്റിയിട്ടില്ലല്ലോ ഉമ്മ എന്ന് ഞാൻ ഇന്നേ വരെ ഒരാളെടുത്തുനിന്ന് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പിതാവും മാതാവും കരയുകയാണ്. ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്. വീട്ടിലേക്ക് ചെന്നാൽ ഉപ്പാന്ന് വിളിക്കാൻ ഒരു മകനെങ്കിലും അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതില്ലാത്തവരുടെ വേദന ഒന്നാലിക്കും. ഉമ്മാ എന്ന് വിളിക്കുന്ന ഒരേ ഒരു പൈതലെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ്. ഉറക്കെ പറയൂ ഉമ്മാ, അൽഹംദുലില്ലാഹ്. പ്രഭാതത്തിൽ മക്കളെ സ്കൂളിൽ വിടാ, മദ്രസയിൽ വിടാ, അവരെ കുളിപ്പിച്ച് ഫ്രഷാക്കി നല്ല പുത്തൻ ഉടുപ്പിട്ടിട്ട് അവരെ നല്ലപോലെ മുത്തം നൽകിയിട്ട് പറഞ്ഞു വിടുമ്പോ ആ ഭാഗ്യമില്ലാത്ത ഉമ്മമാരുണ്ട്. ഉമ്മാ എന്ന് വിളി കേൾക്കാ ഒരു മോനെ പോലും അല്ലാഹു നൽകാത്ത എത്ര സഹോദരങ്ങളാണ്, എത്ര ഭാര്യ ഭർത്താക്കന്മാരാ. ഉസ്താദേ, എന്റെ ഭർത്താവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അയാള് ഓഫീസിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്കാണ്. കോടാനകോടി ഞങ്ങൾ കാസ്തിയുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. എന്നാ ഉമ്മാ വാപ്പാ എന്ന വിളി ഞങ്ങൾ കേട്ടിട്ടില്ല. 20 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാലു കണ്ടിട്ടില്ല. ഇങ്ങനത്തെ മനുഷ്യന്മാരില്ലയോ? അത് വലിയൊരു വേദനയല്ലയോ? മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. അതൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ മുഅ്മിനീങ്ങളെ. വാപ്പാന്ന് വിളിക്കാൻ ഒരുത്തൻ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ, അതൊന്നുമില്ലെങ്കിൽ ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടും. വീട്ടിൽ കളിയില്ല, ചിരിയില്ല, ചുക്കിച്ചൊളിഞ്ഞ മുഖവുമായി സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഭാര്യ. പ്രായത്തിന്റെ ആ സായാഹ്ന സമയത്ത് ഭാര്യയോടിങ്ങനെ സംസാരിച്ച് ആനന്ദം പങ്കിടുമ്പോൾ നമുക്കിടയിൽ ഒരു മക്കൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ പാരമ്പര്യം നിലനിർത്താൻ, നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് അവകാശം പറയാൻ
ഒരു പൈതലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയുന്ന എത്ര മനുഷ്യരുണ്ട്, എത്ര പേരുണ്ട്. ഒട്ടുമിക്ക വേദികളിൽ പോകുമ്പോൾ കാണാറുണ്ട്. നമുക്ക് അങ്ങനത്തെ പ്രയാസം അള്ളാഹു തന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഉള്ളത് അള്ളാഹു എല്ലാം തന്നിട്ടുണ്ട്. ആരോഗ്യം തന്ന്, മക്കളെ തന്ന്, കിടന്നുറങ്ങാൻ ഒരു ഇടം തന്ന്, 5 നേരം ഫുഡ് തന്ന്. അതാണ് സമ്പത്ത്, അതാണ് ദുനിയാവ്. അതിലപ്പുറം എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അത്ര അനുഭവിക്കാൻ പറ്റുള്ളൂ. 1000 ഏക്കർ കിട്ടി, അതെല്ലാം നമുക്ക് അനുഭവിച്ചു തീർക്കാൻ പറ്റുമോ? കണ്ടു തീർക്കാൻ പോലും പറ്റൂല. 100 റൂമുള്ള 10 റൂമുള്ള വലിയൊരു കൊട്ടാരം കിട്ടി, എല്ലാ റൂമിലും കിടന്നുറങ്ങാൻ നമുക്ക് ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഉള്ളത് എത്രയാണ് അൽഹംദുലില്ലാ ഒന്ന് വിചാരിക്കും. അങ്ങനെ ഒന്ന് ജീവിക്കാൻ നോക്കുമ്പോൾ റാഹത്താണ് ഖൽബിൽ. നമുക്ക് ആരോടും അസൂയയും കിബറും അതൊന്നും ഖൽബിൽ വേണ്ട. ഒരാൾക്ക് അല്ലാഹു ഒരേ ദുനിയാവിൽ നിഅമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണാണ്. അതിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇടങ്ങേറ് കൂടാന്നല്ലാണ്ട് നാളെ ആഖിറത്തിൽ അതുകൊണ്ട് വലിയ മെച്ചമില്ല. 1000 ഏക്കർ കണക്കിന് അല്ലെങ്കിൽ കോടാനകോടി കിട്ടി, ഇതിനൊക്കെ കണക്ക് പറയണം, എവിടെന്നാ കിട്ടിയെന്ന്. അബൂ സുലൈമാൻ തങ്ങളുടെ അടുത്തേക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളോട് മഹാൻ പറയല് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പറ്റിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വഹാബത്തിൽ ഏറ്റവും വലിയ പണക്കാരനാണ്. നാളെ പരലോകത്ത് സ്വഹാബികൾക്കിടയിൽ ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാൻ. കാരണം എന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വലിയ കോടീശ്വരനാണ്. മഹാന്റെ സമ്പത്തിന്റെ കണക്ക് ബോധിപ്പിച്ച് അങ്ങനെ സമയം പോയി. അപ്പോഴേക്ക് ബാക്കിയുള്ള സ്വഹാബത്തൊക്കെ സ്വർഗത്തിലെത്തി. അതുകൊണ്ട് കുറേ ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അത്ര എനിക്ക് കണക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ പ്രശ്നം തീർന്നു. എനിക്ക് ഇത്ര അള്ളാഹുവിനോട് പറയേണ്ടതുള്ളൂ. നാളെ ആഖിറത്തിൽ ഇതുകൊണ്ട് എനിക്ക് ഇടങ്ങേറില്ലല്ലോ. എവിടെന്നാണ് ഈ സമ്പാദ്യം നിനക്ക് കിട്ടിയതെന്ന് അള്ളാഹു ചോദിക്കുമല്ലോ. അതിനു മറുപടി പറയാതെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കൂല. ഒരു അടിമയുടെ കാൽപാദം അത് മുന്നോട്ട് നീങ്ങൂല. ഈ ചോദ്യത്തിന് ഉത്തരം പറയാത്തിടത്തോളം കാലമെന്ന് ഹബീബുനാ ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കൂല. ലാ തസാലു, വളരെ വിശുദ്ധമായ ഹദീസ്. സമയക്കുറവ് മൂലം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. കാല് എവിടാണല്ലോ അവിടെ ഉണ്ടാവും, മുന്നോട്ട് വെക്കാൻ സമ്മതിക്കൂല. എവിടെന്നാണ് ഈ പൈസ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും. എവിടെ കൊണ്ടുപോയി ചെലവാക്കി? അതുകൊണ്ട് അത്ര എനിക്ക് കണക്ക് പറയണ്ടല്ലോ എന്നങ്ങോട്ട് വിചാരിക്കാം. അപ്പോൾ സമാധാനം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് രണ്ടാമത്തെ. ഇനി 2 കാര്യം കൂടെ ഉണ്ട് സമാധാനം കിട്ടാൻ. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം.